प्रसूप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वकादीन् प्राणान्नमो भगवते पुरुषाय तुभ्यं। प्राणान्नमो भगवते पुरुषाय तुभ्यम्। यं शैवाः समुपासते शिव इति ब्रह्मेति वेदान्तिनो बौद्धा बुद्ध इति प्रमाणपटवः कर्तेति नैयायिकाः अर्हन्नित्यथ जैनशासनरताः कर्मेति मीमांसकाः। सोऽयं वो विदधातु वाञ्छितफलं त्रैलोक्यनाथो हरिः। सोऽयं वो विदधातु वाञ्छितफलं त्रैलोक्यनाथो हरिः। ത്രിലോകനാഥനായിരിക്കുന്ന അന്തിമ സത്യം നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തമാഭിലാഷങ്ങളെ നിറവേറ്റട്ടെ എന്നാണ് അവസാനത്തെ വരിയുടെ അനുഗ്രഹ സ്വരൂപം. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. എന്താശങ്കയെനിക്കു ജീവനമതിൽ വിശ്വംഭരൻ നീ സദാ കുഞ്ഞിൻ പാലനമോർത്തതിന്നുചിതമായി സ്തന്യം ചമച്ചില്ലയോ. വീണ്ടും വീണ്ടുമിതോർത്തു യാദവപദേ ഗോപീപദേ സത്പദേ പാദാംഭോജനിഷേവ കൊണ്ടു സതതം കാലം കഴിക്കുന്നു ഞാൻ. പാദാംഭോജനിഷേവ കൊണ്ടു സതതം കാലം കഴിക്കുന്നു ഞാൻ. ഹരിഹി ഓം തത്സത്. ഹരിഹി ഓം തത്സത്. ഞാൻ സംസാരിക്കുമല്ലോ ഇവിടെ നിങ്ങട്, നിങ്ങളെല്ലാവരും കേൾക്കും. അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും ശബ്ദം എനിക്ക് കേൾക്കണം. നിങ്ങൾ കേൾപ്പിക്കുമോ? അതിന് 3 തവണ ഞാൻ ഓങ്കാരം ജപിക്കാം. വളരെ പവിത്രമാണ്, ദിവ്യമാണ്, അങ്ങേയറ്റം അനുഗ്രഹകരമാണ്. ഈ ഓം എന്ന് പറയുന്നത് ആ ഉ ഉം എന്ന് പറയുന്ന 3 സ്വരങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു സംയുക്ത സ്വരമാണ്. വാസ്തവത്തിൽ മനുഷ്യ മുഖത്തിൽ നിന്ന് നിർഗളിക്കുന്നതായ എല്ലാ ശബ്ദങ്ങളും പദങ്ങളും കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ജ്ഞാനം മുഴുവനും ഒരു പ്രതീകമായി സൂചിപ്പിക്കുന്നതാണ് ഈ ഓങ്കാരമെന്ന് പലരും അറിഞ്ഞു കാണുന്നില്ല. ഇതിൻ്റെ ഉച്ചാരണം കൊണ്ട് നമുക്കുണ്ടാവുന്ന നേട്ടം പീനിയൽ ഗ്ലാൻഡിൽ നിന്നുള്ള മെലറ്റിലീൻ എന്ന് പറയുന്ന സെക്രീഷൻ വിസർജനം കൂടും. ശരീരത്തിന് ജരാനര വരാതെ നോക്കാനും ക്യാൻസറിന് നിരോധം രചിക്കാനും മനസ്സിലുള്ള സംഘർഷം അത് കുറയ്ക്കാനുമെല്ലാം വളരെ ഉപകരിക്കുന്നതാണ്. അമേരിക്കയിലുള്ള കാർഡിയോളജിസ്റ്റുമാർ പറയുകയാണ്, ഈ ഓങ്കാര ജപത്തിന് ഹൃദയത്തിനെ ഉജ്ജീവിപ്പിക്കാനും അതിന് ലോഞ്ചിവിറ്റി ആയസ് കൂട്ടാനുമുള്ള ഒരു പ്രത്യേക ശക്തി ഉണ്ടെന്ന്. നാം ഓങ്കാരം ജപിക്കുന്നത് ഇങ്ങനെയുള്ള ശാരീരികമായ ഉദ്ദേശങ്ങളോട് കൂടിയിട്ടല്ല. നാം ഉദ്ദേശിക്കുന്നത് മനസ്സിനും ബുദ്ധിക്കുമെല്ലാം വളരെ വലിയ ഒരു സൗമ്യത, ശാന്തത, ആഹ്ലാദഭരിതത്വം ഇത് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഓങ്കാരം ജപിക്കുന്നത് ഒരു തപോനുഷ്ഠാനമായി നിങ്ങൾ കരുതി എല്ലാവരും കൂടി സംയുക്തമായി എൻ്റെ കൂടെ വായും തുറക്കണം, മനസ്സും തുറക്കണം, ജപിക്കണം. കണ്ണടച്ച് കൈകോർത്ത് മടിയിൽ വയ്ക്കുക. ആരും വേറെ ഒരാളെ കാണില്ല. അപ്പം നിങ്ങൾക്ക് നാണത്തിനോ ലജ്ജയ്ക്കോ കാരണമില്ല. ഈ ജപാനുഷ്ഠാനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മാത്രമല്ല,
പരശുരാമൻ പൊക്കിത്തന്ന കേരള പ്രദേശം മാത്രമല്ല, ഭാരതം എന്ന് പറയുന്ന ഉപഭൂഖണ്ഡം വിട്ടും ലോകം മുഴുവനും മംഗളകരമായ ഒരു സ്വാധീനം രചിക്കണം എന്നുള്ള സങ്കല്പ ശക്തിയോടുകൂടി വേണം നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുത്ത് ജപിക്കാൻ. സാധാരണ ഞാൻ എവിടെ ചെന്ന് ജപിക്കുമ്പോഴും ആദ്യത്തെ ജപം കഴിഞ്ഞാൽ കുറച്ച് പരുഷ സ്വരത്തിൽ തന്നെ പറയേണ്ടി വരും, നിങ്ങൾ എന്താ ഈ മുത്തൻ മടിയന്മാരായിട്ടിരിക്കണത് എന്ന്. ജപിക്കുക, അതിനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു ഭക്ത സദസ്സാണ്, ഒരു തത്വജ്ഞാനം താല്പര്യമുള്ള ആ തത്വജ്ഞാന കുതുകികളായിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്കിത് ചെയ്യാനുള്ള ഒരു തപസ്സാണ്, വലിയൊരു അവസരമാണ്. അത് വേണ്ടതുപോലെ വിനിയോഗിക്കൂ. ജപിക്കട്ടെ, ഞാൻ എൻ്റെ കൂടെയാണ് ജപിക്കുക, ജപിച്ചതിന് ശേഷമല്ല. ദാ എല്ലാവരും ഓ വളരെ നന്നായി. പക്ഷെ എല്ലാവരും പങ്കെടുത്തിട്ടില്ല. മടിയൊക്കെ വിടൂ. നിങ്ങളുടെ പൂർവികരെയും അനന്തരവന്മാരെയും ആലോചിച്ചിട്ടെങ്കിലും ഇതിൽ പങ്കെടുക്കൂ. ഇതാ ഓ വളരെ വളരെ നന്നായി. തിരുവനന്തപുരം അന്വർത്ഥമായി. പക്ഷേ പോരാ. ഓ ഹരി ഓം തത്സത്. ഞാൻ പലയിടങ്ങളിലും പോയി സംസാരിക്കുന്ന ആളാണ്. ഇതുമാതിരി സദസ്സ് നിർഭരമായിട്ടുള്ള ഒരു ഓങ്കാര സംയുക്ത സ്വരം ഞാൻ കേട്ടിട്ടില്ല. ഇത് പ്രഥമമാണെന്നാണ് തോന്നുന്നത്. ഞാൻ തിരുവനന്തപുരം അന്വർത്ഥമായി എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഭക്തജനങ്ങളെ, തത്വജ്ഞാന കുതുകികളെ, നാം എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അധ്യാത്മമായിരിക്കുന്ന ഒരു സ്നാനം സാധിക്കുന്നവർക്ക് നീന്തി കളിക്കാൻ ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ഭാരതം എന്ന് പറയുന്നത് വിശേഷപ്പെട്ട ഒരു പുണ്യഭൂമിയാണ്. ഈ പുണ്യഭൂമിയെ വേണ്ടതുപോലെ വിലയിരുത്താൻ സ്വാതന്ത്ര്യം കിട്ടി 65 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മളെ ഭരിക്കുന്നവർക്കും പല വിധത്തിലുള്ള ചിന്താ മേഖലകളിലും വിചാര സരണികളിലും നേതൃത്വം കൊടുക്കുന്നവർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു സത്യമാണ്. ഭാരതത്തിൻ്റെ മഹിമയെന്ത്? ഭാരതത്തിൻ്റെ നേട്ടമെന്ത്? ഭാരതത്തിൻ്റെ പ്രഭാവമെന്ത്? ഭാരതത്തിൻ്റെ പ്രാബല്യവും ഉത്തുംഗതയും എന്ത് എന്ന് ചോദിച്ചാൽ എത്ര പേര് ശരിക്കും മറുപടി പറയാനുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ്. ഭൂലോകത്തിൽ അനവധി ജനതകളുണ്ട്, പല പ്രദേശങ്ങളുമുണ്ട്. ഏതെങ്കിലും ജനസമുദായമുണ്ടെങ്കിൽ ആ ജനസമുദായത്തിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പരിഗണന എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വളരെ ചുരുക്കം പേരെ ചിന്തിക്കുള്ളൂ. നാം ജീവിക്കുന്ന സമയത്ത് സംയുക്തമായി പല കാര്യങ്ങളും നാം ചെയ്യാറുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് നാം ഉണ്ടാക്കി തീർക്കുന്ന സ്മാരകങ്ങളും അതുമാതിരിയുള്ള കാര്യങ്ങളും. ഇന്നും നാം പൂർവ്വകാലത്തെ എന്തെങ്കിലും ഒരു വിഭവമോ ഒരു അവശിഷ്ടമോ ഉണ്ടെങ്കിൽ അത് പൂർവ്വകാല നേട്ടങ്ങളായി കണക്കാക്കി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് പ്രത്യേകം മുദ്ര കുത്തി അതിനെ പരിരക്ഷിക്കാറുണ്ട്. ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ ചോദിക്കുന്നു. മനുഷ്യ സമുദായത്തിന്, മനുഷ്യരാശിക്ക്, ജനതയ്ക്ക് ഏറ്റവും ഉത്തുംഗവും ശ്രേഷ്ഠവും ചിരഞ്ജീവിയുമായിരിക്കുന്ന സ്മാരകം എന്താണ് നിർമ്മിക്കാൻ സാധിക്കാം? വാൽമീകി ഒരു രാമായണം എഴുതി, വേദവ്യാസർ ഒരു മഹാഭാരതം എഴുതി. ആ വാൽമീകി രചിച്ചിരുന്നത് ഭൗമമായിരിക്കുന്ന വസ്തുക്കൾ കൊണ്ട് ഒരു സ്മാരകമോ ഒരു സ്മരണികയോ ആയിരുന്നെങ്കിൽ അത് ഇന്ന് അവശേഷിച്ച് നിൽപ്പുണ്ടാകുമായിരുന്നുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. അദ്ദേഹം എഴുതിയത് രാമായണം എന്ന് പറയുന്ന 24,000 ശ്ലോകങ്ങളുള്ള ഒരു സാഹിത്യ രചനയായിരുന്നു. ആ സാഹിത്യ രചനയുടെ പ്രസക്തി, അനുബന്ധം, പ്രായോഗികത എക്കാലത്തും ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സിനെയും ബുദ്ധിയെയും സ്പർശിച്ചു നിൽക്കുന്ന തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും വാരി വിതറിക്കൊണ്ട് എഴുതിയ ഒരു വിശേഷപ്പെട്ട മൂല്യഗ്രന്ഥമായതിനാൽ ഓരോ തലമുറയിലും അതിന് പ്രസക്തി ഉണ്ടായിരുന്നു. കുറേയെങ്കിലും ചിന്തകന്മാരും വിചാര കുതുകികളുമായിട്ടുള്ളവർ ആ തത്വമൂല്യ സിദ്ധാന്തങ്ങളെ
അവരവരോട് ഒപ്പിച്ചു നോക്കി. ഇത് നമ്മെ ധന്യമാക്കുന്നതാണ്, നമ്മെ സാഫല്യ ദീപ്തിയിൽ ആറാടിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടു, അതിനെ അനുഷ്ഠിച്ചു, അതിനെ അനുധാവനം ചെയ്തു, അതിനെ പിന്തുടർന്നു. അതിൽ പ്രാവീണ്യം നേടിയതിനു ശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവർ അശ്രാന്ത പരിശ്രമം ചെയ്തു. ഞാൻ അങ്ങനെ ഒരുത്തനാണ്. നമ്മുടെ ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും മറ്റ് അനുബന്ധ സാഹിത്യങ്ങളിലുമുള്ളതായ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ മനുഷ്യ മനസ്സിനെയും ബുദ്ധിയെയും എക്കാലത്തും അലങ്കരിച്ച് പ്രബലവും പ്രഭാവസുന്ദരവുമാക്കുന്നതാണെന്ന് എപ്പോ എനിക്ക് മനസ്സിലായോ അന്ന് തീരുമാനിച്ചു ഞാൻ സന്യാസനിഷ്ഠനാകുമെന്ന്. എന്തിനാണ് സന്യസിച്ചത്? കുടുംബ ബന്ധങ്ങളോ രക്തബന്ധങ്ങളോ ഒന്നുമില്ലാതെ പുറത്തു കിടന്ന് ആ ചാൻസ് എന്ന് പറഞ്ഞാൽ പ്രകൃതി, ജഗതീശ്വരൻ അദ്ദേഹത്തിൻ്റെ മാത്രം ആശ്രയത്തിൽ അദ്ദേഹത്തെ ആശ്രയിച്ചുകൊണ്ട് കഴിയണം എന്ന് വിചാരിച്ച് അന്നു മുതൽക്ക് ഇന്നോളം 56 കൊല്ലമായി ഞാൻ സഞ്ചരിക്കുന്ന ഒരു വിശ്വവിദ്യാലയമായി പലയിടങ്ങളിലും ചെന്ന് സംസ്കൃതത്തിലുള്ള മൂല്യങ്ങളും ശ്ലോകങ്ങളും മാത്രമേ ഞാൻ ചൊല്ലുള്ളൂ. വിദേശക്കാരുടെ ഒരു സാഹിത്യത്തിൻ്റെ ഒരു ഉദ്ധരണി പോലും ഞാൻ ഉദ്ധരിക്കാറില്ല. നമ്മുടെ ചിരപുരാതനമായിരിക്കുന്ന സംസ്കൃത ശ്ലോകങ്ങൾ എടുത്ത് ഉദ്ധരിച്ചു കൊണ്ടാണ് എൻ്റെ സംസാരം മുഴുവനും. ആ സ്മരണികയ്ക്ക് അല്ലെങ്കിൽ സ്മാരകത്തിന് വലിയ വിശേഷമാണ്. സാഹിത്യ സ്മരണിക അല്ലെങ്കിൽ സ്മാരകം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ, ബാക്കിയെല്ലാം മണ്ണടിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു സ്മാരകം നമ്മുടെ രാജ്യത്തിലുണ്ട്. അതാണ് നമ്മുടെ മഹിമ എന്ന് നിങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ എനിക്ക് ഒരു വായും ഒരു സന്ദർഭവും പോരാ. 10,000 വായ എനിക്ക് വേണം. ലക്ഷക്കണക്കിന് സ്ഥലങ്ങളിൽ ഞാൻ ചെന്നത് ഉദ്ഘോഷിക്കണം. നമുക്കൊരു പൈതൃകമുണ്ട്, നമുക്കൊരു പാരമ്പര്യമുണ്ട്, നമുക്കൊരു പ്രഭാവമുണ്ട്, നമുക്കൊരു മാഹാത്മ്യമുണ്ട്. ഈ മാഹാത്മ്യം ശരീരത്തെ ചൊല്ലി ഉണ്ടാവുന്നതല്ല, ഭൗമവസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കാവുന്നതായ നേട്ടങ്ങളെ ചൊല്ലിയുള്ളതല്ല, ഭൂമി അടക്കം വയസ്സാകുന്നതാണ്. നമുക്ക് വെളിച്ചവും ചൂടും തരുന്നതായ സൂര്യൻ അനവധി കാലം കഴിഞ്ഞാൽ ഒരു ദിവസം ഈ സൂര്യമണ്ഡലം തണുക്കും. ഞാൻ നുണ പറയണോ സത്യം പറയണോ? എന്താ മിണ്ടാത്തെ? ഈ സൂര്യൻ തണുക്കും. ആ തണുക്കുന്ന സമയത്ത് നമ്മളാരും ഇവിടെ ഉണ്ടാവില്ല. ഈ ഭൂമിയും അസ്തമിക്കും ഒരു കാലത്ത്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറയണ്ട, എല്ലാം തന്നെ നശ്വരമാണ്. എന്നാൽ സാഹിത്യരചന ഒന്ന് മാത്രം ഓരോ തലമുറയിലും പുതിയതായി അത് മനസ്സിലാക്കി ഗ്രഹിച്ച് ഉൾക്കൊണ്ട് അനുഷ്ഠിച്ച് അനുധാവനം ചെയ്ത് അതിനെ പിന്തുടർന്ന് സ്വയം നേട്ടങ്ങളും സാക്ഷാത്കാരങ്ങളുമായി ബാക്കിയുള്ളവരോട് പങ്കുവെച്ച് പോകാവുന്നതാണ്. അങ്ങനെ ഓരോ തലമുറയിലും നമ്മുടെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും മനസ്സിലാക്കി ഇന്നേ വരെ നിലനിർത്തി പോന്നിട്ടുള്ളതായ സാംസ്കാരികമായ 3 സാഹിത്യ രചനകളുണ്ട്. അതാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനത്രയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഉപനിഷത്തുകൾ, വേദോപനിഷത്തുകളാണ്. ആ ഉപനിഷത്തുകൾക്കും ബ്രഹ്മസൂത്രങ്ങൾക്കും തന്നെ ശ്രീകൃഷ്ണൻ തന്നെ നൽകിയിട്ടുള്ള ഒരു വിവരണമാണ് എന്ത്? ഭഗവത്ഗീത. ആയില്ല, പോരാ, അതിൻ്റെ മഹിമ നിങ്ങൾ മനസ്സിലാക്കണം. അധ്യാത്മ സാഹിത്യം എന്ന് പറയുമ്പോൾ നാം വിചാരിക്കുന്നു അത് കാട്ടിൽ വനവാസികൾ, കുടീരവാസികൾ, തപസ്വികൾ, സന്യാസിമാർ ഒറ്റയ്ക്ക് ലോകത്തോട് യാത്ര പറഞ്ഞ് ആ തപസ്വിയുടെ കാൽ എനിക്ക് ഉന്നതി ഉണ്ടാകണം, ഉത്തുംഗത ഉണ്ടാകണം, എൻ്റെ ജന്മത്തിന് സാഫല്യം വേണം, എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് നമസ്കരിക്കുമ്പോൾ ശാന്തമായ അന്തരീക്ഷത്തിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ഉപനിഷത്ത് എന്നാണ് നിങ്ങളുടെ എല്ലാവരുടെയും ധാരണ, അല്ലേ? എന്താ മിണ്ടാത്തെ? എന്നാൽ കൃഷ്ണൻ ഉപനിഷത്തിന് നൽകിയ വ്യാഖ്യാനമാകട്ടെ ഭഗവത്ഗീത പടക്കളത്തിൽ വെച്ച് പറഞ്ഞതാണ്. 2.5 മണിക്കൂർ സമയം എടുത്തു പറഞ്ഞതാണ്. അത് എന്തിനു വേണ്ടി? 45 ലക്ഷം പടയാളികളായിരുന്നു കുരുക്ഷേത്രത്തിൽ. ആ 45 ലക്ഷം പടയാളികൾ 2 ഭാഗത്തിൽ നിന്നും യുദ്ധകാഹളങ്ങൾ മുഴക്കിക്കഴിഞ്ഞു. ശരവിസർജനം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്താണ് അർജുനൻ എനിക്ക് സേനയെ പരിശോധിച്ച് ആരോട് യുദ്ധം ചെയ്യണം എന്ന് വിചാരിച്ച് പുറപ്പെട്ടത്. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു ചരിത്രം? നമ്മുടെ രാജ്യം ധർമ്മത്തിനും സത്യത്തിനും മുൻതൂക്കം കൊടുക്കുന്നതാണ്. സത്യമേവ ജയതേ എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം. സ്വാതന്ത്ര്യം കിട്ടുന്ന ആ അർദ്ധരാത്രിയിൽ തെരഞ്ഞെടുത്തത്. അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതാണ് ഏറ്റവും വിശേഷപ്പെട്ട മുഹൂർത്തം. വളരെ വിശേഷപ്പെട്ട മുഹൂർത്തമാണ്. അന്ന് ചിന്തകന്മാരും ജ്ഞാനകുതുകികളും സംസ്കാര സമ്പന്നരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, അർദ്ധരാത്രി വേണം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ. സത്യമേവ ജയതേ എന്ന് പറയുന്ന മുണ്ടകോപനിഷത്തിലെ വാക്യമാകണം നമ്മുടെ മുദ്രാവാക്യം എന്ന് അവർ പറഞ്ഞതാണ്. ആ മുദ്രാവാക്യം വളരെ വിശേഷപ്പെട്ടതാണ്.
അവിടെ പടക്കളത്തിൽ അർജുനൻ സേനയെ പരിശോധിക്കണം, ആരോടുകൂടി യുദ്ധം ചെയ്യണം എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് കൃഷ്ണനോട് പറഞ്ഞപ്പോൾ ആ 45 ലക്ഷം പടയാളികളും അനങ്ങാതെ നിന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അച്ചടക്കമുള്ള ജനതയാണ് നാം, നിയന്ത്രണമുള്ള ജനതയാണ്. അടുത്തുള്ളവൻ്റെ ആവശ്യത്തെ നാം മാനിക്കുന്നു, നാം പരിഗണിക്കുന്നു, നാം ആദരിക്കുന്നു. വേണ്ടി വന്നാൽ അതിനു വേണ്ടി എന്ത് ത്യാഗങ്ങളും നീക്കുപോക്കുകളും നാം സഹിക്കും. ആ 45 ലക്ഷം പടയാളികൾ ഒന്നടങ്കം മിണ്ടാതെ ഇരുന്നു, അർജുനനും കൃഷ്ണനും സംസാരിച്ച് മുഴുവനാക്കുന്നത് വരെ. ഇതിലേറെ നിങ്ങളുടെ പൈതൃകവും പ്രഭാവവും മനസ്സിലാക്കാൻ എന്ത് വേണം കൂട്ടരെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. മനുഷ്യൻ്റെ സ്വഭാവമാണ് അവനുള്ള നേട്ടം. സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും തട്ടി നിൽക്കുന്ന സ്ഥായിയായ ഒരു സമ്പത്താണ്, ഒരു വിഭവമാണ്, ഒരു ധന്യതയാണ്, ഒരു അലങ്കാരമാണ്. ആ സ്വഭാവത്തിൻ്റെ മഹിമയാണ് അവിടെ കണ്ടത്, ബാക്കി ഒന്നിൻ്റെയുമല്ല. ശംഖ് വിളിച്ചു, എല്ലാം കഴിഞ്ഞു. ഈ സാഹിത്യം തുടർന്ന് വരും, ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോകും. എന്നോ 5000 ചില്ലാനം കൊല്ലം മുൻപ് എഴുതിയതാണ് ഭഗവത്ഗീത. ഇന്നും അതിൻ്റെ ഒരു വള്ളിയോ പുള്ളിയോ നീങ്ങാതെ വേദവ്യാസർ എഴുതി വെച്ച ആ ഭഗവത്ഗീത എനിക്ക് നല്ല പോലെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് പഠിക്കുന്നവരാണ്. എന്താണ് ഈ ഭഗവത്ഗീത? നിങ്ങളെല്ലാവരും വിചാരിക്കും അത് ഒരു ആധ്യാത്മിക സാഹിത്യമാണെന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ? അല്ല, അതൊരു ഭരണശാസ്ത്രമാണ്. ഭരണനിപുണനായിരിക്കുന്ന കൃഷ്ണൻ ഭരണദൗത്യം നിർവഹിക്കുന്നതിൽ അർജുനൻ പരാജയപ്പെട്ട് വികാരാധീനനായി പെരണ്ടങ്ങട് വീണില്ല. അമ്പും വില്ലും താഴത്തിട്ടിരുന്നപ്പോൾ ആ താഴത്തിട്ട വില്ല് കയ്യിൽ രണ്ടാമതെടുത്ത് മഹാഭാരത യുദ്ധം ചെയ്യിക്കാൻ ആ തളർന്ന മനസ്സിനെ ഉജ്ജ്വലം ആക്കി തീർത്തതാണ് കൃഷ്ണൻ്റെ മൊഴി. ഒരു ഭരണകർത്താവ് ഭരണദൗത്യം നിർവഹിക്കാൻ ഭരണദൗത്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന യുദ്ധക്കളത്തിൽ വന്ന് യുദ്ധഭാഷയിൽ ഉപദേശിച്ചതാണ്. അതിന് നിങ്ങൾ എങ്ങനെയാ വെറും അധ്യാത്മം അല്ലെങ്കിൽ ആധ്യാത്മിക സാഹിത്യം എന്ന് പറയുക? ഐ വുഡ് ലൈക്ക് ടു ഡിസ്ക്രൈബ് ഭഗവത്ഗീത ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഗോസ്പൽ delivered in the battlefield of Kurukshetra for an administrative objective and fulfillment, not for any other purpose. ഇതാണ് നമ്മുടെ വിശേഷം. നമ്മുടെ അധ്യാത്മം എന്ന് പറയുന്ന സമ്പത്തുണ്ടല്ലോ, ദൃഷ്ടിയുണ്ടല്ലോ, വീക്ഷണമുണ്ടല്ലോ, അത് എവിടെയും എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാം. ഇന്ന സ്ഥലം എന്നില്ല അതിന്. വിവാഹവേളയിലും അത് പ്രയോഗിക്കാം. രുക്മിണിയുടെ അടുത്ത് ബലരാമൻ പറഞ്ഞു കൊടുത്ത മാതിരി മരണസമയത്ത് പറയാം, മരണാനന്തരം പറയാം. എവിടെ പ്രതിസന്ധിയുണ്ടോ, എവിടെ പ്രഹേളികയുണ്ടോ, എവിടെ വിഷമഘട്ടങ്ങളുണ്ടോ അവിടെയൊക്കെ. കംസൻ ഉപദേശിച്ചു ദേവകിയോട്. അവസാനം പെൺകുട്ടി കയ്യിൽ നിന്ന് പാടിപ്പോയപ്പോൾ കംസനും പറഞ്ഞത് അധ്യാത്മമാണ്. എല്ലാവരും എങ്ങനെയാ? ഹിരണ്യകശിപുവും അധ്യാത്മം പറഞ്ഞിട്ടാണ് അനുജൻ്റെ ഭാര്യയെയും അമ്മയെയും സമാധാനിപ്പിച്ചത്. എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം എഴുതിയ ഗ്രന്ഥങ്ങളാണ്. എഴുതിയ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രന്ഥകർത്താക്കൾ ഉണ്ടായിരുന്നോ എന്നുള്ളതിന് സംശയമില്ല. ഞാൻ ഈ പറയണത് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ? എഴുതിയ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രന്ഥകർത്താക്കളെ സംശയിക്കാൻ പറ്റില്ല. എഴുതിയത് ചരിത്രാതീത കാലത്താവാം. അതിനിപ്പോൾ എന്താ തെറ്റ്? ഭാരത ജനത എത്ര കാലം ജീവിച്ചു എന്ന് നിങ്ങളുടെ ചരിത്രം റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രമുണ്ട്. അതാണ് ഇതിഹാസങ്ങൾ 2 രാമായണം, മഹാഭാരതം എന്ന് പറയുന്നത്. മനുഷ്യൻ സ്ഥിരം അനുവർത്തിക്കേണ്ടതായ മൂല്യങ്ങളെ പൂർവ്വദൃഷ്ടാന്തങ്ങളോടുകൂടി സംഭവങ്ങളോടുകൂടി ബന്ധപ്പെടുത്തി മനസ്സിൻ്റെ ചരിത്രം, മനസ്സിൻ്റെ സാധ്യത, മനസ്സിൻ്റെ ശക്തി, മനസ്സിൻ്റെ പ്രഭാവം, മനസ്സിൻ്റെ പ്രോജ്വലത, ഇത് മുഴുവനും വെളിപ്പെടുത്തിക്കൊണ്ട് എഴുതുന്നതായ ചരിത്രമാണ് ഇതിഹാസം എന്ന് പറയുന്നത്. രാമായണം രാമൻ എന്ന് പറയുന്ന രാജകുമാരൻ്റെയും രാജാവിൻ്റെയും ചരിത്രമാണ്. മഹാഭാരതം എന്ന് പറയുന്നത് കുരുവംശം എന്തുകൊണ്ട് അധപ്പതിച്ചു? മൂല്യച്യുതി കൊണ്ട് അധപ്പതിച്ചു. അതൊരു പ്രതിസന്ധി നേരിട്ടു. ഭീഷ്മരെ പോലെ ഒരു പിതാമഹൻ അവിടെ ഉണ്ടായിട്ടും ഒരു കൂട്ടം ആൾക്കാർ, കൗരവന്മാർ പറഞ്ഞത് കേൾക്കാൻ കൂട്ടാക്കാതെ രാജ്യം വിഭജിച്ച് അതുകൊണ്ട് തൃപ്തിപ്പെടാതെ മറ്റേ രാജ്യവും കിട്ടണം എന്ന് പറഞ്ഞ് ദുരയ്ക്കും അസൂയയ്ക്കും വിധേയമായി ഉറക്കമില്ലാതെ ദശാബ്ദങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടത്. ഒരു വ്യക്തിയുടെ മനസ്സ് ദുഷിച്ചാൽ എത്ര കണ്ടതിന് വ്യാപ്തി ഉണ്ടാകാം, എത്ര കണ്ടതിന് കാഠിന്യമുണ്ടാകാം, എത്ര കണ്ട് അതിന് സംഭാവ്യത ഉണ്ടാകാം എന്ന് ചിത്രീകരിക്കുന്നതാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മനസ്സാണ്. ശരീരം 21 വയസ്സ് വരെ വളരുള്ളൂ, അത് കഴിഞ്ഞാൽ ക്ഷയിക്കുകയാണ്. എന്നാൽ നമ്മളൊരു പൂർണ്ണ വ്യക്തിയാകുന്നത് 21ാമത്തെ വയസ്സിലാണ്.
ആ സമയത്ത് ശരീരം വളർന്നു കഴിഞ്ഞു, ക്ഷയിക്കാൻ തുടങ്ങി എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുന്നു, പിന്നെ നിങ്ങളിൽ വളരാനുള്ളത് എന്താണെന്ന് എന്നോട് മറുപടി പറയണം. ശരീരം ക്ഷയിക്കും. സെക്കൻഡ് മുതൽക്ക് 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വളരാനുള്ളത് ഉള്ളിലുള്ള മനസ്സ്, ഭാവാത്മകമായ മനസ്സ്, വികാരാത്മകമായ മനസ്സ്, സങ്കല്പാത്മകമായ മനസ്സ്. പിന്നെ വളരാനുള്ളത് ഈ മനസ്സിനെ നയിക്കാനും നേതൃത്വവും നൽകുന്നതായ ആലോചനാശീലമുള്ള, വിചാരശീലമുള്ള, വിചാര നിപുണമായിരിക്കുന്ന ബുദ്ധിയാണ്. ആ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വളർച്ചയ്ക്ക് അന്തമില്ല, പരിധിയില്ല, അതിർത്തിയില്ല. ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളൂ. മനസ്സിന് അന്തമില്ല, പരിധിയില്ല. അതിന് ഒരൊറ്റ ആളും ലിമിറ്റ് കൽപ്പിക്കേണ്ടതില്ല. ശരീരം വളരില്ല. വളർന്നാൽ എല്ലാ കൊല്ലവും കട്ടള മാറ്റിവെക്കേണ്ടി വരും. ശരീരത്തിൻ്റെ വളർച്ച അവിടെ നിന്നു. പിന്നെ വളരാനുള്ളതോ മനുഷ്യ, ബുദ്ധിയുള്ള മനുഷ്യ, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യ, താൻ വളർന്നോളൂ വ്യാപകമായി. തൻ്റെ മനസ്സ് വിശാലമാകട്ടെ, വസുധൈവ കുടുംബകമായി തീരട്ടെ, വിശ്വവത്സലനായി തീരൂ. അതിനുള്ള സ്കോപ്പ്, അതിനുള്ള സാധ്യത, അതിനുള്ള അവസരം ഓരോ ദിവസവും നിനക്ക് ഞാൻ തന്നിരിക്കുന്നു എന്നുള്ള പാട്ടാണ് പ്രകൃതി നമ്മളോട് പാടുന്നത്. ആ മനസ്സ് വളരണം. ആ മനസ്സിന് വലിയ ശക്തിയാണ്. ദുരയാൽ, അത്യാർത്തിയാൽ, അസൂയയാൽ, അസഹിഷ്ണുതയാൽ ദുര്യോധനൻ ചെറുപ്പകാലം മുതൽക്ക് ഉറങ്ങിയിട്ടില്ല. ചൂത് കളിച്ച് പാണ്ഡവന്മാരെ ഓടിച്ചു, തൃപ്തിയായില്ല. അവിടെ നിങ്ങളുടെ യുദ്ധം തന്നെ എന്ന് പറഞ്ഞ് മഹാഭാരതത്തിൽ എല്ലായിടത്തിലും ചെന്ന് പടയാളികൾ 2 പേരും ആവശ്യപ്പെട്ടു. 11 അക്ഷൗഹിണി സേനയായിരുന്നു. മനസ്സിന് അന്തമില്ല, പരിധിയില്ല. അതിന് ഒരൊറ്റ ആളും ലിമിറ്റ് കൽപ്പിക്കേണ്ടതില്ല. ശരീരം വളരില്ല. വളർന്നാൽ എല്ലാ കൊല്ലവും കട്ടള മാറ്റിവെക്കേണ്ടി വരും. ശരീരത്തിൻ്റെ വളർച്ച അവിടെ നിന്നു. പിന്നെ വളരാനുള്ളതോ മനുഷ്യ, ബുദ്ധിയുള്ള മനുഷ്യ, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യ, താൻ വളർന്നോളൂ വ്യാപകമായി. തൻ്റെ മനസ്സ് വിശാലമാകട്ടെ, വസുധൈവ കുടുംബകമായി തീരട്ടെ, വിശ്വവത്സലനായി തീരൂ. അതിനുള്ള സ്കോപ്പ്, അതിനുള്ള സാധ്യത, അതിനുള്ള അവസരം ഓരോ ദിവസവും നിനക്ക് ഞാൻ തന്നിരിക്കുന്നു എന്നുള്ള പാട്ടാണ് പ്രകൃതി നമ്മളോട് പാടുന്നത്. ആ മനസ്സ് വളരണം. ആ മനസ്സിന് വലിയ ശക്തിയാണ്. ദുരയാൽ, അത്യാർത്തിയാൽ, അസൂയയാൽ, അസഹിഷ്ണുതയാൽ ദുര്യോധനൻ ചെറുപ്പകാലം മുതൽക്ക് ഉറങ്ങിയിട്ടില്ല. ചൂത് കളിച്ച് പാണ്ഡവന്മാരെ ഓടിച്ചു, തൃപ്തിയായില്ല. അവിടെ നിങ്ങളുടെ യുദ്ധം തന്നെ എന്ന് പറഞ്ഞ് മഹാഭാരതത്തിൽ എല്ലായിടത്തിലും ചെന്ന് പടയാളികൾ 2 പേരും ആവശ്യപ്പെട്ടു. 11 അക്ഷൗഹിണി സേനയായിരുന്നു ദുര്യോധനൻ്റെ പക്ഷത്തിൽ. 7 അക്ഷൗഹിണി സേനയെ പാണ്ഡവന്മാർക്ക് കിട്ടിയുള്ളൂ. പാണ്ഡവസേനയുടെ 1.5 ഇരട്ടിയിലധികമായി അത്. ഇന്ന് ഭാരതസേന ധർമ്മത്തിനും അധർമ്മത്തിനും വേണ്ടി അണിനിരന്നാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, അന്നത്തേക്കാൾ കൂടുതൽ ആൾക്കാർ ധർമ്മിഷ്ഠരായിട്ട് ഇവിടെ ഉണ്ടാവുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ചരിത്രമാണ് ഞാൻ പറയുന്നത്, ചരിത്രമാണ്. മനശ്ചരിത്രം, മനസ്സിൻ്റെ ചരിത്രം, ബുദ്ധിയുടെ ചരിത്രം, നമ്മുടെ പൂർവികരുടെ ചരിത്രം. അങ്ങനെ എല്ലാവരും കൂടി തിരഞ്ഞവിടെ വന്നു. എന്താ സംഭവം? യുദ്ധം നടക്കുന്നതിന് മുൻപ് ധൃതരാഷ്ട്രരുടെ അടുത്ത് വേദവ്യാസ മഹർഷി വന്നു. നമുക്ക് 2 ഇതിഹാസങ്ങളാണല്ലോ. ഒന്ന് ജീവചരിത്രം, ബയോഗ്രഫി ആയിരിക്കുന്ന രാമായണം. അത് മുന്നേറിയപ്പോൾ രാമൻ സീതയെ ഉപേക്ഷിച്ച് വാൽമീകി മഹർഷി പരിരക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ വാൽമീകിയും അതിലൊരു പങ്കാളിയായി. അല്ലെങ്കിൽ അതൊരു ജീവചരിത്രം, ഒരു ബയോഗ്രഫി മാത്രമേ ആയുള്ളൂ. മഹാഭാരതം എന്ന് പറയുന്നതോ വേദവ്യാസരുടെ സ്വന്തം കുട്ടികളെക്കുറിച്ച് എഴുതുന്നതായ ചരിത്രം, അതൊരു ഓട്ടോബയോഗ്രഫി, ആത്മകഥയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പറഞ്ഞു കൊടുക്കൂ. ഒന്നൊരു ആത്മകഥ, മറ്റൊരു ജീവചരിത്രം. 2ലും പങ്കാളികളായിട്ടുള്ളവരാണ് ഈ എഴുതുന്നത്, വല്ലോരും എഴുതുന്നതല്ല. വേദവ്യാസർ തൻ്റെ കുടുംബത്തിൻ്റെ, തൻ്റെ കുടുംബാംഗങ്ങളുടെ, തൻ്റെ അരക്കെട്ടിൽ നിന്ന് പിറന്ന കുട്ടികളുടെ ചരിത്രം എഴുതുകയാണ്. എത്രത്തോളം സത്യസന്ധമാണെന്ന് നിങ്ങൾ ആലോചിക്കൂ. ആ സത്യസന്ധതയുടെ ഒരംശമെങ്കിലും നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാവട്ടെ. കാര്യങ്ങൾ തുറന്നു പറയാൻ, വെട്ടിത്തുറന്നു പറയാൻ, സധീരം പ്രഖ്യാപിക്കാൻ, അനുകൂല പ്രതികൂല ഭാവങ്ങളെ നോക്കാതെ നെഞ്ഞുറപ്പോടുകൂടി, ഹൃദയ വിശാലതയോടുകൂടി, ബുദ്ധിദാർഢ്യത്തോടുകൂടി, സ്ഥിരതയോടുകൂടി, അചഞ്ചലമായി ഊക്കും ഉണർവും ഉജ്ജ്വലതയും കൂടി സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നാവിനെ പിടിച്ചടക്കാൻ ലോകത്തിലൊന്നുമില്ല. നമ്മുടെ ഭരണഘടന തന്നിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. രാജ്യദ്രോഹം എന്നുള്ളത് അങ്ങോട്ട് വിട്ടുകളഞ്ഞാൽ എന്തു വേണമെങ്കിലും നമുക്ക് പറയാനും അവകാശപ്പെടാനും സാധ്യതയുണ്ട്. നമ്മുടെ ജനങ്ങൾ ഇനിയും മനസ്സിലാക്കണം, ജനാധിപത്യം എന്ന് പറയുന്ന മൂല്യം ഇവിടെ വേണ്ടതുപോലെ സമ്പന്നമാകണമെങ്കിൽ
ജനങ്ങളെല്ലാം അവകാശങ്ങൾ ഉന്നയിക്കാനും പ്രതിഷേധം രേഖപ്പെടുത്താനും സംയുക്തമായി ഭരണഘടനയ്ക്ക് വിധേയമായി നിയമവിധേയമായി തയ്യാറാവണം. അത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ നാട് കേടുവന്ന് പോകുന്നത്. വേദവ്യാസർ പറയുന്നത് കണ്ട് നിങ്ങൾ പഠിക്കൂ. അപ്പം ചരിത്രമാണ്. വേദവ്യാസർ വന്നു, ധൃതരാഷ്ട്രരുടെ അടുത്ത് വന്നു. അങ്ങ് അന്ധനാണല്ലോ മഹാരാജാവേ, അങ്ങയുടെ കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന യുദ്ധമാണല്ലോ ഇത്, അതുകൊണ്ട് അങ്ങയ്ക്കിത് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ദിവ്യദൃഷ്ടി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് അവിടെയെങ്കിലും വിവേകം ഉണ്ടായി. എന്ത്? മഹർഷിയെ, എനിക്ക് ദിവ്യദൃഷ്ടി വേണ്ട, എൻ്റെ കുട്ടികൾ നല്ല പുള്ളികളൊന്നുമല്ല, അതുകൊണ്ട് അവർ ഈ യുദ്ധത്തിൽ ചക്ക വീഴുന്ന മാതിരി ബുത്തൂതങ്ങനെ വീഴും ഓരോന്നായിട്ട്. എൻ്റെ കുട്ടികളിങ്ങനെ ചെത്ത് വീണത് കാണാൻ ഏത് അച്ഛനാ ഇഷ്ടപ്പെടുക? അതുകൊണ്ട് എനിക്ക് വേണ്ട, ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം സഞ്ജയന് ഞാനൊരു ദിവ്യദൃഷ്ടി കൊടുക്കാം. ആ സഞ്ജയൻ യുദ്ധത്തിൽ ഒരു ശരവുമേൽക്കില്ല, ആരും കാണില്ല, എവിടെ വേണമെങ്കിൽ പോകാം, തുറന്ന സ്ഥലത്തും ഗൂഢമായി നടക്കുന്ന ചർച്ചകളും എല്ലാം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രഭാവം അദ്ദേഹത്തിൽ അവരോധിച്ച് ഞാൻ പോവാം എന്ന് പറഞ്ഞു പോയി. സഞ്ജയൻ വർണ്ണനവും വിവരണവും തുടങ്ങി. നമ്മുടെ ഭാരതഭൂമിയുടെ യോഗ്യത, പ്രധാനപ്പെട്ട പർവ്വതങ്ങൾ, ഒന്നാം തരം പുഴകൾ, പുണ്യസങ്കേതങ്ങൾ എല്ലാം തന്നെ വിവരിച്ചു കൊണ്ടിരിക്കെ ഠപ്പ് മഹാഭാരത യുദ്ധം തുടങ്ങി. സഞ്ജയൻ ഓടി അവിടെ ചെന്നു. പിന്നെ മടങ്ങി വന്നത് 10ാം ദിവസമാണ്. ആ 10ാം ദിവസം അന്ധനാണല്ലോ മഹാരാജാവ്. സഞ്ജയോഹം മഹാരാജ നമസ്തേ ഭരതഋഷഭ. സഞ്ജയൻ മടങ്ങി വന്നിരിക്കുന്നു, അങ്ങയ്ക്ക് നമസ്കാരം. എന്താ പറയാനുള്ളത്? ഹതോ ഭീഷ്മ. നമ്മുടെ മുത്തശ്ശനുണ്ടല്ലോ ഭീഷ്മൻ, രഥത്തിൽ നിന്ന് താഴത്ത് വീണിരിക്കണു. ഇതങ്ങോട്ട് കേൾക്കേണ്ട താമസം. ധൃതരാഷ്ട്രൻ്റെ 7 നാഡികളും തളർന്നു. പാവം വായിൽ വെള്ളമില്ല. അയ്യോ അയ്യോ, ഇങ്ങനെ ഒരു കടും കൃത്യം ആരാ ചെയ്തത്? കിരീടി അർജുനൻ്റെ ശരങ്ങളേറ്റാണ് വീണത്. അർജുനനെ പോലെ ഒരാൾ ഈ മുത്തശ്ശനെ തട്ടിത്താഴത്തിട്ടുവെന്നോ? ഇതെങ്ങനെ ഞാൻ വിശ്വസിക്കും? ധർമാധർമ്മോ ബലവാൻ സംപ്രാപ ഇതിമേ മതിഹി. ലോകത്തിൽ ധർമ്മം എന്നൊന്നും ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പം അധർമ്മമാണ് കൊടികുത്തി വാഴുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ പാണ്ഡവന്മാരിങ്ങനെ ഒരു കാര്യം ചെയ്യുമോ? എന്നാൽ വേറെ ഒരു വശം, പാണ്ഡവന്മാർ ഇങ്ങനെ ചെയ്തപ്പോൾ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടാവണം. ഈ കാര്യത്തിനെക്കുറിച്ച് വല്ല സംശയവും വിഷമവും ഒക്കെ അവരുടെ മനസ്സിൽ ഉണ്ടായി കാണണം അവരുടെ മനസ്സിൽ. അങ്ങനെ എന്തെങ്കിലും ധർമ്മസംവാദം അവിടെ നടന്നോ? നമ്മുടെ കുരുക്ഷേത്രം എന്ന് പറയുന്നത് എങ്ങനെയാ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമകാഃ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. ആദ്യത്തെ ശ്ലോകം, എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യണം എന്ന വിചാരത്തോടുകൂടി ഉത്സുകനായി സന്നിഹിതനായില്ലോ. എന്നിട്ട് എന്താ ചെയ്തത്? യുദ്ധക്കളത്തിൽ എന്താ ചെയ്യുക? യുദ്ധം ചെയ്യും. അപ്പം യുദ്ധം ചെയ്തോ എന്നുള്ളതല്ല അവിടെ ചോദ്യം. 10ാം ദിവസം വന്ന് ഭീഷ്മർ താഴത്ത് വീണു എന്നാണ് പറയുന്നത്. അപ്പം യുദ്ധം തുടങ്ങി 10 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് ധൃതരാഷ്ട്രയുടെ ചോദ്യം. ആ ചോദ്യം എന്താ? ഈ ഭീഷ്മരെ തട്ടി താഴത്തിടുന്നത് വലിയ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. ഇതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കി പാണ്ഡവന്മാരുടെ മധ്യത്തിൽ പ്രത്യേകിച്ചും അർജുനന് എന്തെങ്കിലും മനസ്സിന് വിക്ഷോഭമോ എന്തെങ്കിലും തകരാറോ മടിയോ കൂസലോ ഉണ്ടായെങ്കിൽ അതെങ്ങനെ തീർക്കപ്പെട്ടു? കൃഷ്ണൻ അവിടെ തേരാളിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, എല്ലാം അറിയുന്ന കൃഷ്ണ പരമാത്മാവ്. അദ്ദേഹം തേരാളിയായിരുന്നപ്പോൾ മിക്കവാറും എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താ? അർജുനൻ്റെ വിഷമം തീർക്കാൻ കൃഷ്ണൻ എന്തെങ്കിലും ധർമ്മോപദേശം ചെയ്തു കാണും. ആ ഉപദേശത്തിൻ്റെ ബലത്തിൽ മാത്രമേ അർജുനന് ഇങ്ങനെ ഒരു കഠോര കൃത്യം, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭാവനയുണ്ടോ എല്ലാവർക്കും? ഈ കഠോര കൃത്യം നിർവഹിക്കാൻ മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെ ഉദ്യുക്തമാകും, എങ്ങനെ പുറപ്പെടും? അപ്പം എന്തെങ്കിലും ധർമ്മവൃത്താന്തം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്നെ പറഞ്ഞു കേൾപ്പിക്കൂ എൻ്റെ പൊന്നു സഞ്ജയ. എൻ്റെ മനസ്സ് ആളിക്കത്തുകയാണ്. ഭീഷ്മർ വീണപ്പോൾ പിന്നെ എൻ്റെ സൈന്യം ബാക്കി നിൽക്കാൻ പോണില്ല. പരാജയം എന്നുള്ളത് തീർച്ചയാ നിശ്ചയിക്കപ്പെട്ടതാണ്. ഇനി പറയാൻ പോകുന്ന ചരിത്രം മുഴുവൻ ഞാൻ കേൾക്കണമെങ്കിൽ എനിക്കതിനൊരു സമാധാനം, ഒരു നങ്കൂരം വേണം. അതാദ്യം ആ ധർമ്മവൃത്താന്തം എങ്ങനെയാണോ അർജുനന് മനസ്സിന് വിഷമമുണ്ടായപ്പോൾ ആ വിഷമം തീർക്കാൻ വേണ്ടി കൃഷ്ണ പരമാത്മാവ് എന്തെങ്കിലും ഉപദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ, അതിൻ്റെ പ്രാബല്യത്തിൽ, അതിൻ്റെ ശക്തിയിൽ, അതിൻ്റെ ഉള്ളുണർവിൽ അർജുനൻ പ്രവർത്തിച്ചത്, അതുപോലെ എനിക്കും കുറച്ച് ഉണർവ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചു. അതാണ് ആദ്യത്തെ ശ്ലോകം. ഒരൊറ്റ ശ്ലോകേ ധൃതരാഷ്ട്രം അവിടെ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ മാറി. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ
മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അപ്പം സഞ്ജയൻ തുടങ്ങി. രണ്ടുപേരും വന്നു. എന്നിട്ട് ദുര്യോധനൻ എന്ത് ചെയ്തു? അവിടെ ചെന്ന് ദ്രോണാചാര്യരോട് വളരെ ധിക്കാരത്തിൽ സംസാരിച്ചു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദ്രോണൻ ആചാര്യരാണ്, ഭീഷ്മരാണ് സൈന്യത്തലവൻ. ചെന്ന് സംസാരിച്ചത് ദ്രോണാചാര്യരോടാ, ഭീഷ്മത്തലവനോടല്ല. അന്ന് സംസാരിച്ചത് എന്താ? എൻ്റെ സൈന്യം നോക്കൂ, ഞാനത് മുഴുവൻ വിവരിക്കുന്നില്ല, എല്ലാറ്റിലും വലിയ അർത്ഥവും ആശയവും ഒക്കെ ഉണ്ട്, ഭാവനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങ് എന്തു വേണം? ഭീഷ്മമേവാഭിരക്ഷന്തു, ഭീഷ്മനെ നല്ല പോലെ രക്ഷിച്ചോളൂ, അദ്ദേഹം വേണ്ടതുപോലെ നിന്നാൽ എൻ്റെ കാര്യം മുഴുവനും നടന്നു എന്ന് പറഞ്ഞ് ഒരു ഓർഡർ ചെയ്യുന്ന പോലെയാണ്. ഇത് കേട്ടപ്പോൾ സഹിക്കില്ല ആർക്ക്? ഭീഷ്മർക്ക്. ഇവൻ്റെ പൊലമ്പര എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണമല്ലോ എന്ന് വിചാരിച്ച് ഒരു സിംഹധ്വനി മുഴക്കി തൻ്റെ കയ്യിലുള്ള ശംഖ് അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ പിന്നെ മിണ്ടില്ലല്ലോ. ആ ശംഖ് വിളിച്ചതോടുകൂടി എല്ലാവരും അവിടെ യുദ്ധകാഹളങ്ങൾ അവരവരുടെ കയ്യിലുള്ള ശബ്ദവും ശംഖും എല്ലാം കൂടി ജയഭേരി അങ്ങോട്ട് മുഴിക്കും. അത് കഴിഞ്ഞപ്പോൾ പാണ്ഡവന്മാരുടെ പക്ഷത്തിൽ ആരാ? ഭീഷ്മ പിതാമഹനാണ് സൈന്യത്തലവൻ. പേരിനൊരു ദുഷ്ടദ്യുമ്നെ അവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനൊന്നും ഭീഷ്മരുടെ ആ നേതൃത്വത്തിന് വേണ്ടതുപോലെ നേരിടാനുള്ള ശക്തിയോ യോഗ്യതയോ ഇല്ല. മൂപ്പര് മിണ്ടാണ്ടിരുന്നു. കൃഷ്ണനോ ഞാൻ യുദ്ധം നേരിട്ട് ചെയ്യില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, ശംഖ് വിളിക്കില്ല എന്ന് പറഞ്ഞില്ല. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ. അപ്പം മിണ്ടാണ്ട് നിൽക്കാതെ കൃഷ്ണൻ പാഞ്ചജന്യം എടുത്തങ്ങോട്ട് മുഴക്കി. അപ്പോൾ പിന്നെ അർജുനായി ബാക്കിയുള്ളവരായി എല്ലാവരും മുഴക്കി സർവ്വതും കഴിയും. കഴിഞ്ഞതിന് ശേഷമോ യുദ്ധം തുടങ്ങിയില്ലേ വേണ്ടൂ. കൃഷ്ണൻ എപ്പോഴും പറഞ്ഞിരുന്നു, ആദ്യം നമ്മുടെ നീക്കമുണ്ടാകരുത്, പടനീക്കമുണ്ടാകേണ്ടത് അവരുടെ ഭാഗത്തു നിന്നാണ്, നമ്മുടെ ഭാഗത്താകരുതെന്ന് കൃഷ്ണൻ ഉറപ്പ് വരുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അർജുനൻ്റെ മനസ്സിൽ തോന്നി, കൃഷ്ണ അങ്ങ് തേരാളിയാണല്ലോ, എന്താ തേരാളിയായിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞ്? എനിക്കൊരു അഭിലാഷം. ഞാൻ അനവധി യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ പരാക്രമവും വീര്യവും കൊണ്ട് ഗാണ്ഡീവം കൊണ്ട് ഞാനൊക്കെ ജയിച്ചിട്ടുണ്ട്. അങ്ങയെ തേരാളിയാക്കി നിർത്തി ഈ മഹാഭാരത യുദ്ധം പോരാടണം എന്ന് എനിക്കുണ്ട് എന്നുള്ളൊരു സാമാന്യ ബുദ്ധിയോട് കൂടിയിട്ടാണ് വിളിച്ചത്. കൃഷ്ണൻ എവിടെ ചെന്നാലും എന്താ വിരോധം? എന്ത് സ്ഥാനം തന്നാലും അത് സ്വീകരിച്ചു കൊണ്ട് തൻ്റെ മഹിമയെ പ്രദർശിപ്പിക്കുന്നതാകണം ഉത്തമ വ്യക്തിത്വത്തിനുള്ള ആദർശം. അപ്പം അദ്ദേഹം എന്തു ചെയ്തു? ആദ്യമായിട്ട് പറയാം, ധനുരുദ്യമ്യ പാണ്ഡവ സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത. ആ ഗാണ്ഡീവം കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഗാണ്ഡീവം കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃഷ്ണനോട് ഒരാജ്ഞയാണ് നൽകിയത്. സേനയോരുഭയോർമധ്യേ, രണ്ട് സേനകൾക്കും മധ്യത്തിൽ രഥം സ്ഥാപയ മേച്യുത, എൻ്റെ രഥത്തെ അച്യുത അങ്ങ് കൊണ്ടുപോയി സ്ഥാപിക്കൂ. ഒരക്ഷരം മിണ്ടിയില്ല ആര്? കൃഷ്ണൻ. നിങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പം തന്നെ ഉണ്ടാവും വലിയൊരു വഴക്കും കേസും. ഒരക്ഷരം മിണ്ടിയില്ല, തേര് തെളിച്ചങ്ങോട്ട് കൊണ്ടുപോയി. എവിടെയാ? ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാൻ കുരൂനിധി. നമ്മൾ ഒരടി മുമ്പോട്ട് വെച്ചാൽ, ഭക്തന്മാർ ഒരടി മുമ്പോട്ട് വെച്ചാൽ ഭഗവാൻ രണ്ടടി പിടിച്ചു വലിക്കും നമ്മളെ. അപ്പം സേനയുടെ മുൻപിൽ കൊണ്ടുപോയി നിർത്തി പരിശോധിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ആ പരിശോധനയ്ക്ക് പറ്റിയ തരത്തിൽ കൊണ്ടുപോയി നിർത്തിയത് എവിടെയാ? ഭീഷ്മദ്രോണ പ്രമുഖത, ഭീഷ്മൻ്റെയും ദ്രോണൻ്റെയും മുൻപിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ദാ കുരുസൈന്യം അണിനിരന്നത് നല്ല പോലെ നോക്കിക്കാണൂ അർജുന. അർജുനന് ഈ യുദ്ധം ചെയ്യാനുള്ള സാഹസമുണ്ടോ? വേണ്ടത്ര പരാക്രമമുണ്ടോ? അതിനും പുറമേ ഇതിന് ചില ഉൾവീര്യം, ഉൾമഹത്വം, ആഴം ഇതൊക്കെ വേണം. ഇതെല്ലാം ഉണ്ടോ എന്ന് പരിശോധിച്ചോളൂ നല്ല പോലെ എന്ന് പറഞ്ഞ് നിർത്തി. നോക്കി. ഒന്ന് പിതാമഹൻ, മടിയിൽ വെച്ച് ചോറ്റൂരുള്ള കൊടുത്ത് വളർത്തിയിട്ടുള്ള മുത്തശ്ശൻ. ആ മുത്തശ്ശനോട് ഇന്നും പേരക്കിടാവന് ആദരവാണ്. മുത്തശ്ശൻ ഇവരെ അനുഗ്രഹിക്കുകയാണ്. അപ്പുറത്ത് അസ്ത്രശസ്ത്രവിദ്യ പഠിപ്പിച്ച് അദ്വിതീയനാക്കി തീർത്തിട്ടുള്ള ദ്രോണാചാര്യര്, അദ്ദേഹം പഠിപ്പിച്ചു തന്ന വിദ്യയുണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലാണ് പ്രയോഗിക്കാൻ പോണത്. ഇത് എവിടെ നടക്കാനാണ്? പിന്നെ നിൽക്കുന്നതൊക്കെ സ്വജനം. ഉടനെ അർജുനൻ്റെ സമ്പ്രദായം കംപ്ലീറ്റ് ആയി മാറി. സപ്തനാടികളും തളർന്നു. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം.
സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സ്രംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ എന്ത് ചരിത്ര പറയണത്? എങ്ങാണ്ട് നടന്ന ഒരു സംഭവം വിവരിക്കുകയെ, അതോ മനുഷ്യ മനസ്സ്, ആധുനികമായിരിക്കുന്ന മനുഷ്യ മനസ്സിനെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളാണോ സ്വാമിജി വിവരിക്കുന്നത്? എന്നോട് വ്യക്തമായിട്ട് നിങ്ങൾ പറയണം. 13 കൊല്ലത്തെ തയ്യാറെടുപ്പോടുകൂടി വന്ന അർജുനൻ കൊതിച്ച് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതായ ആ യുദ്ധം വന്നപ്പോൾ ആ യുദ്ധം നേരിടാൻ വേണ്ടൊക്കെ വേണം. കൈർ മയാസഹയോദ്ധവ്യം. ആരോട് കൂടിയിട്ടാണ് പൊരുതേണ്ടത്? ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഇസ് എൻ എക്സാമിനേഷൻ ഓഫ് ലൈഫ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോഴ്സസ് വിച്ച് ഐ ഹാവ് ടു കൺഫ്രണ്ട്? വാട്ട് എക്സാക്ട്ലി ഈസ് അവർ ലൈഫ്? ഹൗ കോംപ്ലെക്സ് ഇറ്റ് ഈസ്? ഈസ് ഇറ്റ് ഓൾ ഈസി ആൻഡ് ബ്യൂട്ടിഫുൾ, ഓർ ക്യാൻ ഇറ്റ് ബി വെരി പ്രോബ്ലമാറ്റിക്, ചാലഞ്ചിങ് and generating consternation at some points of time? Am I equipped for it? Am I enriched for it? Am I empowered for it? Do I have the enlightenment necessary for the purpose? Have I the insight? Have I the vision? Have I the outlook? Do I have all the persuasion, all the perseverance that I can muster? I would like to know. ജീവിതത്തിന് ഏത് തുറയിലായാലും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണിത്. ഇത് അർജുന് യുദ്ധക്കളത്തിൽ വെച്ച് ഉണ്ടായി എന്ന് പറയുന്നു. എല്ലാവരുടെ മനസ്സിനെയും അഭിമുഖീകരിക്കുന്നതാണ്. ജീവിതം സങ്കീർണമാണ്, പഴപ്പലും ജടിലമാണ്, മറ്റു പല സന്ദർഭത്തിലും അസഹ്യമാണത്, ദുസ്സഹമാണ്. ആ ജീവിതത്തിൽ നാം തളർന്നു പോകാതെ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ മനസ്സിനെയും ബുദ്ധിയെയും വിട്ട് അതിനതീതമായിരിക്കുന്ന ഒരു ബലം, ഒരു ആത്മബലം നാം നേടിയെടുക്കണം. നമ്മുടെ ഉള്ളിന് ഒരു സ്ഥൈര്യം വേണം, ഒരു നങ്കൂരം വേണം. അത് ഒരു കാലത്തും ഇളകരുത്, പതറരുത്, തളരരുത്, കുലുങ്ങരുത്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. ആ വ്യക്തിത്വം അർജുനൻ നേടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇക്കണ്ട കാലവും മനസ്സിലായില്ല. കൃഷ്ണന് വലിയ സന്തോഷമായി. എത്ര കാലമായി ഞാൻ അർജുനൻ്റെ പിന്നാലെ നടക്കണു, ഇന്നേ വരെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഒന്നാം തരം അവസരം എനിക്ക് കിട്ടി, ബലേ ഭേഷ് എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ടാണ് കൃഷ്ണൻ അവിടെ നിർന്നത്. എന്താ പറഞ്ഞത്? ഈ സ്വജനങ്ങളെ മുഴുവൻ കണ്ട് എൻ്റെ നാഡികളും ഞരമ്പുകളും തളരുന്നു കൃഷ്ണ. മുഖം വരണ്ടു, ഉമിനീരില്ല. മനസ്സ് ചുറ്റിത്തിരിയാണ് ചക്രം പോലെ. ബുദ്ധി പറയണു ഇത് മഹാപാപമാണ്, ചെയ്യരുതെന്ന്. ഇതുകൊണ്ട് ഒരു നേട്ടവും ഞാൻ കാണുന്നില്ല. ന കാക്ഷേ വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനി ച. എന്തിനാണ് രാജ്യം, എന്തിനാണ് സുഖം? ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ യുദ്ധം ചെയ്യില്ലേ എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ എന്താ ചെയ്യുക? വേഗം ഓർഡർ ചെയ്യും, കൊക്കോകോല 2 ബോട്ടിൽ. ഇതാണ് നിങ്ങൾ ചെയ്യുക. അധ്യാത്മ ജീവിതത്തിൽ അങ്ങനെ യാതൊന്നുമില്ല. മനസ്സിൻ്റെ സങ്കടം തീർക്കാൻ, ദാഹം തീർക്കാൻ വെള്ളം, മനസ്സിൻ്റെ സങ്കടം തീർക്കാൻ ദാഹം, അത് വേറെ ഒന്നാണ്. അതിന് ജ്ഞാനജലം നിങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ പറ്റില്ല. ഉടനെ കൃഷ്ണൻ എന്ത് ചെയ്തു? പടക്കളത്തിൽ വന്നു. 13 കൊല്ലത്തെ തയ്യാറെടുപ്പ് അവസാനം ഇവിടെ വന്നിരിക്കുന്നു. എന്താ അത്? അവിടെ വന്നിട്ടുള്ളവർ ഓരോരുത്തരും ഒറ്റയ്ക്ക് മറ്റുള്ളവരെ കൊല്ലാനും അല്ലെങ്കിൽ അവരുടെ ഹസ്തങ്ങളിൽ മരിക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അഫ്ഗാനിസ്ഥാനിൽ ബോംബ് ചെയ്ത മാതിരിയല്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അവിടെ വന്നിട്ടുള്ളവർ ഓരോരുത്തരും എതിരാളികളെ കൊന്ന് വിജയം നേടാൻ അല്ലെങ്കിൽ മരിച്ച് അവിടെ പരണ്ടു വീഴാൻ അതിന് വന്നിട്ടുള്ളവരാ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വൈ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. നമ്മുടെ സബ്ജക്റ്റ് എന്താ? ബാല്യവും അറിയില്ല, അനന്തതയും മനസ്സിൻ്റെ പ്രാബല്യവും. ഇവിടെ അർജുനൻ പ്രദർശിപ്പിച്ചതെന്താ? മനസ്സിൻ്റെ ദൗർബല്യം. മഹാപാപം മനസ്സിലാക്കിയില്ല. ദയവാണ് എന്ന് വിചാരിച്ചു. ഇത് ദയവല്ല അർജുന. പറയുന്നത് ആരാ? കൃഷ്ണൻ, ഏറ്റവും വേണ്ടപ്പെട്ടവൻ, കണ്ണിലുണ്ണി. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ. ഇത്തരത്തിലുള്ള നപുംസകത്വം, ഇത്തരത്തിലുള്ള ദൗർബല്യം, ഹൃദയത്തിൻ്റെ ബലഹീനത ഒരിക്കലും നിനക്ക് ചേർന്നതല്ല.
13 കൊല്ലത്തെ തയ്യാറെടുപ്പോടുകൂടി തപസ് ചെയ്ത് പാശുപതാസ്ത്രം സമ്പാദിച്ച് എന്നെ തേരാളിയായി പിടിച്ചിരുത്തി നീ യുദ്ധം ചെയ്യില്ല എന്ന് പറയുകയാണോ അർജുന? ഇതൊരിക്കലും ചേർന്നതല്ല. ഇത് ദയവല്ല, ഹൃദയ ദൗർബല്യമാണ്. ഒരിക്കലും നീ ഇതിന് വിധേയനാകരുത്. ക്ഷുദ്രം, ഇത് ക്ഷുദ്രമാണ്. ഹൃദയ ദൗർബല്യം ത്യക്ത്വ ഉത്തിഷ്ഠ പരന്തവ, ഇതങ്ങോട്ട് വിട്ട് എണീക്കൂ. പ്രതീക്ഷിച്ചില്ല അർജുനൻ പാവം ഇങ്ങനെ ഒരു റിമാർക്ക് കൃഷ്ണൻ പാസാക്കുമെന്ന്. അർജുനൻ ആ അവശതയിൽപ്പെട്ട് എന്തൊക്കെയോ പൊലമ്പി. ആ പൊലമ്പിയത് മുഴുവൻ ശരിയല്ല എന്നാ പറയുന്നത്. എന്നെ പിടിപെട്ടിട്ടുള്ളത് ദൗർബല്യമാണ്. പ്രാബല്യം ഒന്ന് വേറെ നിൽക്കുന്നു, ഉത്തുംഗത ഒന്ന് വേറെ നിൽക്കുന്നു, ആത്മബലം ആത്മശക്തി ഒന്ന് വേറെയാണ്. ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. ഉപനിഷത്ത് പാടുകയാണ്, ആത്മാവിൽ നിന്ന് അന്തരാത്മാവിൽ നിന്ന് മാത്രമേ നമുക്ക് ബലമുണ്ടാവുള്ളൂ, വിദ്യയിൽ നിന്ന് മാത്രമേ അമൃതത്വം നേടാൻ പറ്റുള്ളൂ. ആ ബലം അർജുനൻ കണ്ടെത്തിയിട്ടില്ല. ഇതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരോടും പറയണം. ക്ലൈബ്യം മാസ്മഗമഃ. നാം ജീവിച്ചിട്ടുള്ളത് കരയാനല്ല, ചിരിക്കാനാണ്. നാം ജീവിക്കുന്നത് തളരാനല്ല. മൃഗങ്ങൾ എങ്ങനെയോ ജീവിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. മനുഷ്യനാണെങ്കിൽ നമുക്കൊരു മനസ്സുണ്ട്, നമുക്കൊരു ബുദ്ധിയുണ്ട്, നമുക്ക് ആലോചിക്കാൻ പറ്റും. പുറവും അകവും കാണാൻ നമുക്ക് സാധിക്കും. അകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള വിചാരങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ആലോചന നിങ്ങൾ ചെയ്യുന്നില്ലേ? അപ്പൊ നമുക്ക് പുറം ദൃഷ്ടി മാത്രമല്ല, ഉൾ അനുഭവവും നമുക്കുണ്ട്. ആ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ശരിയായ വിനിയോഗം മൂലം എവിടം വരെ വേണമെങ്കിൽ അവിടേക്ക് പോകാം. ഭൂമിയിൽ ഇരുന്നു കൊണ്ടല്ലേ ആസ്ട്രോനോട്ട്സിനെ പറഞ്ഞയച്ചത് ചന്ദ്രലോകത്തിലേക്ക്? അവിടെ പോകാത്തവർ പറഞ്ഞയച്ച് ഭംഗിയായി സുരക്ഷിതമായി കൂട്ടിക്കൊണ്ടുവന്നു. അതേമാതിരി നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും നേടിയെടുക്കാൻ പറ്റാത്തതൊന്നുമില്ല. അർജുനൻ ഉടനെ ചിന്താഗതി മാറ്റി. അതെന്താണ് കൃഷ്ണ? ഹൃദയ ദൗർബല്യം എന്ന് പറയണത് എന്താണത്? അത് ചുരുക്കി പറയുകയാണ് ഞാൻ. അതൊക്കെ കഴിഞ്ഞ അർജുനൻ തൻ്റെ തെറ്റൊക്കെ മനസ്സിലാക്കി. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? പടക്കളത്തിൽ വെച്ച് നടക്കുന്ന സംഭവമാണിത്. എത്ര മിനിറ്റ് കൊണ്ട് കൃഷ്ണൻ എത്ര സമയമെടുത്തു കുതിരയെ ഓടിച്ചങ്ങോട്ട് കൊണ്ടുപോയി നിർത്താൻ? അർജുനൻ എത്ര സമയമെടുത്തു ഭീഷ്മരെയും ദ്രോണരെയും സേനാനികളെയും കാണാൻ? അവിടുന്ന് അങ്ങോട്ട് പുലമ്പി കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ മറുപടി പറഞ്ഞു. എത്ര സമയമെടുത്തു? ഒരു 10 മിനിറ്റ് സമയമെടുത്തിട്ടുണ്ടാവും. എവിടെ വേണമെങ്കിൽ അവിടെ വച്ച് നിങ്ങളുടെ മനസ്സ് പ്രബുദ്ധമാകാം. നിങ്ങളുടെ പാപക്കറയും ദൗർബല്യവും അസ്തമിക്കാം. അതിന് ഇന്ന അവസരം ഇന്ന സ്ഥലം എന്നില്ല. പടക്കളത്തും തപസ്സുകളുടെ കുടീരത്തിൽ നടക്കുന്ന ആത്മോപദേശം അവിടെയും നടത്താവുന്നതാണ്. ഏത് സന്ദർഭത്തിൽ, എവിടെ, ആർക്ക് വേണമെങ്കിൽ, എങ്ങനെ വേണമെങ്കിലും ഈ മാർഗം, ഈ മനസ്സിന്റെ പ്രാബല്യമുണ്ടല്ലോ, അത് നേടിയെടുക്കാൻ സാധിക്കും എന്ന് എല്ലാവരും മനസ്സിലാക്കണം. നല്ല പോലെ മനസ്സിലാക്കൂ. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ. എനിക്ക് മനസ്സിലായി കൃഷ്ണ, എന്നെ മനസ്സിന്റെ ഇടുക്കം അകപ്പെടുത്തിയിട്ടുണ്ട്, അടിമയാക്കിയിട്ടുണ്ടെന്ന്. ഞാൻ സ്വജനങ്ങൾ പരജനങ്ങൾ എന്നുള്ള ചിന്തയിൽ കിടന്നിങ്ങനെ വട്ടം തിരിയുന്നവനാണ്. ഈ ലോകത്തിന് വിശാലമായി കാണുക. ഇതിൽ എന്തെല്ലാം ഭവിഷ്യത്തുകളോ സംഭാവ്യതകളോ ഉണ്ടോ അത് മുഴുവനും ഗ്രസിക്കുക, ഉൾക്കൊള്ളുക, സംലയിപ്പിക്കുക, ആത്മസാത്കരിക്കുക, സ്വാംശീകരിക്കുക. അതിനുള്ള ഒരു ശക്തിയൊക്കെ ഉണ്ട്. അത് നേടിയെടുക്കണം. ഞാൻ നേടിയെടുത്തിട്ടില്ല എന്നുള്ളത് ശരിയാ. ശിവന്റെ നെഞ്ഞത്ത് 2 ഇടിയിടിച്ചിട്ട് പാശുപതാസ്ത്രം കിട്ടി എന്നുള്ളത് ശരിയാ. പക്ഷെ എൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറി ആ ഉള്ളിലുള്ള ഉണ്ട്രക്കരി മുഴുവൻ മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ സമ്മതിക്കണു, കാർപ്പണ്യദോഷം. കാർപ്പണ്യം എന്നുള്ള വാക്കിന് വലിയ അർത്ഥമാണ്. അനശ്വരമായിരിക്കുന്ന മഹാവൈഭവം നമ്മുടെ ഉള്ളിലുള്ളതിനെ മനസ്സിലാക്കാതെ ആരാരെല്ലാം ഈ ലോകത്തിൽ നിന്ന് വിരമിക്കുന്നുവോ അവരൊക്കെ കൃപണന്മാർ, പിശുക്കന്മാര്. നിങ്ങളൊക്കെ പിശുക്കന്മാരാ. ഈ ഉള്ളിലുള്ള വൈഭവം മനസ്സിലാക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ദൃഷ്ടിയിൽ കുറച്ച് സ്വർണവും കുറേ ഫിക്സഡ് ഡെപ്പോസിറ്റും അതാണ്. മക്കൾക്കൊക്കെ ഓരോ വീട് കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല ഗൃഹസ്ഥനാ. എന്ത് ഗൃഹസ്ഥൻ? മക്കളെ വിളിച്ച് ആത്മോപദേശം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. താനുണ്ണാത്തവരെങ്ങനെയാ വരം കൊടുക്കുക? കൊടുക്കില്ല.
അവനവരുണ്ടെങ്കിലല്ലേ കുട്ടികളോട് പറയാൻ പറ്റുള്ളൂ. കൃഷ്ണന് സ്വയം ഇത് കയ്യിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ കാർപ്പണ്യദോഷോപഹത സ്വഭാവ യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ആ തേർത്തടത്തിൽ നിൽക്കാൻ വയ്യാതെ അമ്പും വില്ലും താഴത്തിട്ട് അവശനായി തളർന്ന് കുഴഞ്ഞ് ഇരുന്ന ആ അർജുനൻ അവിടെ ഇരുന്ന് പറയുകയാണ്, ചോദിക്കുകയാണ്, യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ. ഇതാണ് നമ്മുടെ വൈഭവം, നമ്മുടെ പൈതൃകം. മനസ്സിലാക്കിക്കോളൂ. നിങ്ങളുടെ ശരീരം ജീർണപ്പെടാം, അത് രോഗഗ്രസ്തമാകാം. ശരീരമല്ല മനസ്സ്. ശരീരം ജഡമാണ്, മനസ്സ് ചേതനാത്മകമാണ്, ബുദ്ധിയും ചേതനാത്മകമാണ്. ആ ചേതനാമയമായിരിക്കുന്ന ആ വ്യക്തിത്വത്തിൽ ഒളിഞ്ഞു കിടക്കുന്നു ഒരു മഹാനിധി. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ഒളിഞ്ഞു കിടക്കണു ഒരു മഹാനിധി. അത് മനസ്സിലാക്കാതെ ഇവിടുന്ന് പോകുന്നവരെല്ലാവരും അറുതല പിശുക്കന്മാരാ, പമ്പര വിഡ്ഢികളാണ്. മോഹമാണ് അവരുടെ കയ്യിലുള്ളത്, മോഹിച്ചു പോകുന്നവരാണ്. ആ നിധിയെ മനസ്സിലാക്കാതെ ഞാൻ ഇത്ര കാലം കഴിഞ്ഞുകൂടി. എനിക്ക് ഇപ്പോഴെങ്കിലും എൻ്റെ പൊന്നു കൃഷ്ണ പറഞ്ഞു തരൂ. യശ്രേയസ്യ. 2 വാക്കാണ് നമ്മുടെ സംസ്കാരത്തിൽ, അഭ്യുദയം, നിശ്രേയസം എന്ന് പറയുന്നത്. അഭ്യുദയം എന്ന് പറഞ്ഞാൽ ഐന്ദ്രിയ തലത്തിലുള്ള പ്രോസ്പെരിറ്റി, ഐശ്വര്യം. വീട് കെട്ടുക, പണം മേടിക്കുക, ഫിക്സഡ് ഡെപ്പോസിറ്റ്, കുറെ സ്വർണ്ണം, അങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലോ, ലോക്കറൊക്കെ. അതൊക്കെയാണ് അഭിവൃദ്ധി, അഭ്യുദയം. നിശ്രേയസം എന്ന് പറഞ്ഞാൽ അനശ്വരമായി അഴിവില്ലാത്ത ആന്തരമായിരിക്കുന്ന സമ്പത്ത്, ധന്യത, വൈഭവം, മികവ്, നിറവ്, പൂർണ്ണത. അതെനിക്ക് പറഞ്ഞു തരണം എന്ന്. അപ്പൊ ഒരു യുദ്ധക്കളത്തിനെ തപോകുടീരമാക്കി, വനാന്തരമാക്കി അർജുനൻ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ കൃഷ്ണൻ അവിടുന്ന് ഓരോന്നായിട്ട് പറയാൻ തുടങ്ങി. ആദ്യമായിട്ട് പറഞ്ഞത് എന്താ? ഇവിടെ നടക്കാൻ പോകുന്നത് മുഴുവൻ മരണമാണ്. അപ്പൊ മരണഭയ. ഈ കണ്ട ആൾക്കാർ മുഴുവൻ ചാവൂലോ, കൊല്ലൂലോ, കൊല്ലപ്പെടുമല്ലോ. കൊല്ലുന്നവന് കൊന്ന പാപം, കൊല്ലപ്പെടുന്നവർക്ക് കൊല്ലപ്പെടും എന്നുള്ള ഭയം. അപ്പൊ ഇത് മുഴുവനും നീങ്ങണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഞാൻ സംസാരിക്കുമ്പോൾ? ഉണ്ടോ? ഒരൊറ്റ വഴിയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവന ഭവിഷ്യാമഹ സർവേ വയമതഃ പരം. ഇത് ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരിക? മനുഷ്യന്റെ വ്യക്തിത്വത്തിലുള്ള ആ അകത്ത് കിടക്കുന്ന സ്വത്വം എന്നൊരു വാക്കുണ്ട്, അസ്മിത എന്ന് വേറെ ഒരു വാക്കുണ്ട്. ശ്രീകൃഷ്ണ ഈസ് exposing before Arjuna the wonderful identity that every individual in this world has, whether he wants it or not, recognizes it or not. ഇന്ന് കാലത്ത് പലരും സംസാരിക്കുന്നതാണ് വി ഹാവ് എൻ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞ്. നമ്മുടെ ശരിയായിട്ടുള്ള ഐഡന്റിറ്റി, എൻ്റെ പൊന്നു മക്കളെ, ഭാരത സന്താനങ്ങളെ മനസ്സിലാക്കൂ. നശിക്കുന്ന ശരീരമല്ല, പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സല്ല, ആലോചിച്ച് അതും പരിവർത്തന വിധേയമാകുന്ന ബുദ്ധിയുമല്ല, അഹങ്കാരവുമല്ല. അതിൻ്റെ എല്ലാം മേൽത്തലത്തിൽ, അടിത്തട്ടിൽ അവിടെ പ്രകാശിക്കുന്നു ഒരു അസ്മിത, ഒരു വ്യക്തിത്വം. നത്വേവാഹം ജാതുനാസം. അർജുന, ദേവകി പെറ്റ കുട്ടിയാണെന്നാണ് അർജുനൻ എന്നെ പറ്റി ധരിക്കുന്നത്. അല്ല, ദേവകി പെറ്റത് എൻ്റെ ശരീരത്തിനെയാണ്. ഞാൻ ശരീരമല്ല. ശരീരത്തെ ഉജ്ജീവിപ്പിക്കുന്ന ആ ആത്മസാന്നിധ്യമുണ്ടല്ലോ, ആ ആത്മസാന്നിധ്യം ജനിച്ചിട്ടില്ല. ശരീരം ജനിക്കുന്നതിന് മുൻപ് അത് ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല, നീയും ഇല്ലാതിരുന്നിട്ടില്ല, ഈ ഭീഷ്മ ദ്രോണാദികളും ഇല്ലാതിരുന്നിട്ടില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ എണീറ്റ് പറയോ? ഞാൻ ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല. ഇത് പറഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോവാൻ. ഒരു കാലത്തും ഞാൻ ഇല്ലാതിരുന്നിട്ടില്ല. ഇപ്പൊ ഉണ്ടല്ലോ, ഒരു കാലത്തും ഇല്ലാതെ ആവൂല. ഇതാണ് നമ്മുടെ വ്യക്തിത്വം. പിന്നെ എവിടെയാ മരണം അർജുന? മരണം എന്നുള്ള ഭയം എന്നേക്കുമായി നിന്റെ മനസ്സിൽ നിന്ന് നിഷ്കാസനം ചെയ്യ്. ഒരൊറ്റ ആൾ ഇവിടെ മരിക്കുന്നില്ല. ഉണ്ടായ ശരീരമേ വളർന്ന് ക്ഷയിച്ച് മരിക്കുന്നുള്ളൂ. ആ ശരീരത്തിനെ ഉജ്ജീവിപ്പിക്കുന്ന ആണല്ലോ സാന്നിധ്യമാകട്ടെ. അതിനെയാണ് ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എൻ്റെ ശരീരം എൻ്റെ ശരീരമാണ്, എൻ്റെ വീടാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ കയ്യിലുള്ള കുപ്പായമാണ്, ഷർട്ടാണ്, അതൊക്കെ വേറെയാണ്. എൻ്റെ മനസ്സും ഞാനല്ല.
എൻ്റെ ബുദ്ധിയും ഞാനല്ല. എൻ്റെ എന്ന ഷഷ്ഠി വിഭക്തി കൊണ്ട് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നുവോ അത് ഞാനല്ല. ആ വിഭക്തി പ്രത്യയം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രഥമാ വിഭക്തി ഒന്ന് വേണം. ഞാൻ, ആ ഞാൻ, ആ ഞാൻ, ആ ഞാൻ, അഹം, അഹം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. ഇതിനെല്ലാം അതീതമായിരിക്കുന്ന ഒരു ഒരു അസ്തിത്വമാണത്. അത് ശരീരം ജനിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നു, ശരീരമുള്ളപ്പോൾ ഉണ്ട്, ശരീരം വീണുപോയതിനു ശേഷം നിലനിൽക്കും. അതുകൊണ്ട് മിണ്ടരുത് മരണം, കൊല്ലല്, മരിക്കല് എന്നുള്ള വാക്ക്. നായം ഹന്തിനഹന്യതേ, ഇവിടെ കൊല്ലലൂല്ല മരിക്കലൂല്ല. ഇതാണ് സത്യം എന്ന് പറഞ്ഞു. ഞാൻ ഈ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മരണഭയം എന്നേക്കുമായി മനസ്സിൽ നിന്ന് കളയുന്നതാണ് ഈ പ്രസ്താവന. I am bestowing upon you on the grounds of Gita, referring to a dialogue that took place more than 5,000 years back. I am bestowing upon you an identity which can never be assailed by anything in the whole world. Even God will not be able to destroy it. മനസ്സിലാക്കിക്കോളൂ, മനുഷ്യരാണ് നമ്മൾ. ദൈവം സൃഷ്ടിച്ചതാണ് നമ്മുടെ ബുദ്ധി. ആ ബുദ്ധിയുടെ മഹത്വമാണത് ഇത് മനസ്സിലാക്കുന്നത്. മൃഗങ്ങൾക്ക് നമ്മളെക്കാൾ ശക്തിയുള്ള കണ്ണുകൾ ഉണ്ടാവാം, പക്ഷെ അവ പുറം വസ്തുക്കളെ മാത്രമേ നോക്കിക്കാണുള്ളൂ. ഈ പുറം വസ്തുക്കളെ കാട്ടിത്തരുന്ന കണ്ണുണ്ടല്ലോ, ആ കണ്ണിനെ കാണിച്ചു തരുന്ന മനസ്സുണ്ടല്ലോ, മനസ്സിനെ കാണിച്ചു തരുന്ന ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധിക്കും കൂടി പരമപ്രകാശമായി അന്തരാത്മമായി പരിലസിക്കുന്നതുണ്ടല്ലോ, അതുവരെ കണ്ടെത്താനുള്ള ശക്തിയോടുകൂടിയാണ് മനുഷ്യ ശരീരം, മനുഷ്യ മസ്തിഷ്കം, മനുഷ്യ ഹൃദയം പ്രകൃതി രചിച്ചിട്ടുള്ളത്. അതിൻ്റെ വൈഭവം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കൂ കൂട്ടരെ. തിന്ന് കുടിച്ച് ഉറങ്ങി പെരുകി വർദ്ധിപ്പിച്ച വീട് കെട്ടി ശ്മശാനത്തിലേക്ക് പോകാനുള്ളവരല്ല നമ്മൾ. അല്ല, നമ്മളിവിടെ ജനിച്ചിട്ടുള്ളത് കാര്യം വേറെ ഒരു ആവശ്യത്തിനാണ്. ആ ആവശ്യം മനസ്സിലാക്കുക നല്ല പോലെ. അർജുനോട് പറയുന്നു, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ഇനി എനിക്ക് എന്താ നിങ്ങളോട് പറയാനുള്ളത്? ഒരു കാര്യം പറയാനുണ്ട്. എന്താണത്? നമ്മുടെ വ്യക്തിത്വമുണ്ടല്ലോ, ആ വ്യക്തിത്വത്തിനെ ഒന്ന് അപഗ്രഥനം ചെയ്ത് മനസ്സിലാക്കുക. ചെയ്യട്ടെ? എന്താ ചിലരൊക്കെ വീശണ തണുപ്പ് പോരെങ്കിൽ ഒന്ന് കൂട്ടുക. എയർ കണ്ടീഷൻഡ് ഹാളാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാർ കൂടുതലുണ്ട്. ഇവരെയൊക്കെ ശ്വാസം ചൂടുള്ളതാണ്. ഇപ്പോൾ വീശുന്നവരെയൊക്കെ കാണുന്നു ഞാനിവിടെ. എനിക്കുമുണ്ട് കുറേശ്ശെ വയർപ്പ്. ആ വ്യക്തിത്വത്തെ അനലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറയുന്നത്? ഇന്ദ്രിയാണി പരാണ്യാഹുഃ ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാബുദ്ധിഃ യോ ബുദ്ധേഃ പരതസ്തു സഹ. നിങ്ങളെല്ലാവരും ജനിച്ചവരാണ് ഞാനും. എവിടുന്ന? അമ്മയുടെ ഗർഭത്തിൽ നിന്ന്. എത്ര കാലം അവിടെ കിടന്നു? ഗർഭാധാനത്തിന് ശേഷം പരമാവധി ഒരു 8-8.5 മാസം 9 മാസം കിടന്നിട്ടുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും ആ ഗർഭാധാനത്തെയോ അതിനുശേഷം ഉണ്ടാകുന്ന കുഞ്ഞിൻ്റെ വളർച്ചയോ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ആരും ആലോചിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് കൈ പൊക്കാമോ ആലോചിച്ചവർ? ഒരു കുഞ്ഞ് എങ്ങനെ ഉണ്ടാവുള്ളൂ? 3-4 ആളാ പൊക്കിയിരിക്കണത്. ഇത്രയും വലിയൊരു സദസ്സിൽ 4 ആള്. ഗർഭാധാനം അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. വേണമെന്നും വയ്ക്കാം, വേണ്ടാന്ന് വയ്ക്കാം. ഗർഭാധാനം കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഗർഭമാധാനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. അത് കഴിഞ്ഞാൽ ആ കുഞ്ഞിങ്ങനെ വളരണു. 7-8 മാസം കൊണ്ട്, 8 മാസം വേണ്ട, എത്രയോ അതിനൊരു കണക്കുണ്ട്, അത്രയും ആഴ്ചയുടെ ഉള്ളിൽ ആ കുഞ്ഞിന് സർവ്വ അംഗോപാംഗങ്ങളും ഉണ്ടായി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കണ്ണ് കാണാൻ, മൂക്ക് വാസനിക്കാൻ, ചെവി കേൾക്കാൻ, നാവ് രുചിക്കാൻ, ത്വക്ക് സ്പർശിക്കാൻ, അങ്ങനെ അംഗോപാംഗങ്ങളോടുകൂടി ഇത് മുഴുവൻ ഉണ്ടാക്കി തീർത്തത് ആരാ? അമ്മയോ അച്ഛനോ ആണോ? എന്താ നിങ്ങൾ മിണ്ടാത്തെ? അമ്മയ്ക്ക് ഒന്നും അറിയില്ല. അമ്മ വിശന്നിട്ട് ഭക്ഷണം കഴിച്ചത് ആമാശയത്തിലേക്കാ പോയത്. ഗർഭാശയത്തിലുള്ള കുട്ടിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അമ്മയുടെ ശരീരം നോക്കി എന്നല്ലാതെ കുട്ടിയെ വളർത്തിയിട്ടില്ല. പ്രസവിച്ചതിന് ശേഷം വളർത്തിയിട്ടുണ്ടാവും, ഗർഭാശയത്തിൽ വളർത്തിയിട്ടില്ല. അവിടെ രക്ഷിക്കുന്ന ഒരു പ്രഭാവം വേറെയാ. സ രക്ഷിത രക്ഷതിയോ ഹി ഗർഭേ. ഗർഭത്തിൽ രക്ഷിക്കുന്ന ഒരു ശക്തി, ഒരു പ്രഭാവമുണ്ട്. അതാണ് പുറത്തു വന്നാലും നമ്മൾ രക്ഷിക്കാനുള്ളത്. നിങ്ങൾ പറയണു അല്ല ഞങ്ങളാണെന്ന്. അത് നമ്മുടെ മണ്ടത്തരം. അല്ലാണ്ട് എന്താ പറയുക?
അപ്പൊ ആ ഗർഭാശയത്തിൽ ഈ അംഗോപാംഗങ്ങളോട് കൂടി ഒരു കുട്ടി അങ്ങോട്ട് പ്രസവിച്ചു വീണു. ഞാൻ എങ്ങനെയാ അത് പറഞ്ഞ് മനസ്സിലാക്കുക? നിങ്ങൾ എൻ്റെ കൂടെ വരുമോ? ആ ചെറിയ കുട്ടി, ഒരു 5-8 പൗണ്ടുള്ള കുട്ടി അങ്ങോട്ട് വന്നാൽ ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ശരീരം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അസംഖ്യം വസ്തുക്കളടങ്ങുന്ന അനന്തമായ പ്രപഞ്ചത്തെ മുഴുവനും നോക്കിക്കണ്ട് മനസ്സിലാക്കി സമ്പർക്കം നടത്താനുള്ള ഒരു പൂർണ്ണ വ്യക്തിത്വത്തോടു കൂടിയാണ് ആ കുട്ടി ജനിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ജനിച്ചതിന് ശേഷം അതിന് പുതിയതായിട്ട് ഒരംഗമുണ്ടാവുന്നില്ല. ആ ഗർഭാശയത്തിൽ രൂപപ്പെടുത്തിയ അതേ കണ്ണുകള്, അതേ ചെവി, അതേ നാവ്, അതേ ത്വക്ക്, വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു സൃഷ്ടിയാണ്. ആ കുട്ടിക്ക് അംഗോപാംഗങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ലോകമോ അതോ അതിൻ്റെ ഉൾശക്തിയോ? എന്താ അവരും മിണ്ടാതെ? ഇനി അത് കടം മേടിച്ചോ വല്ലതും? പുറത്തെ ഏതെങ്കിലും ഒരു വസ്തു ആ കുട്ടിയുടെ രൂപകൽപ്പനയോ ആ കുട്ടിയുടെ വളർച്ചയ്ക്കോ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? ആ ഒരു കുട്ടി ജനിച്ചു വീണത് ഈ ലോകത്തോട് മുഴുവൻ സമ്പർക്കം പുലർത്താനുള്ള ഇന്ദ്രിയങ്ങളോടും മനസ്സോടും ബുദ്ധിയോടും കൂടിയാണ്. അപ്പൊ ആ ജന്മത്തെ നിങ്ങൾ എങ്ങനെ വിശേഷിപ്പിക്കണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് കുട്ടി ഉണ്ടാക്കി പഴവും പഞ്ചസാരയും കൊടുത്തു എല്ലാവർക്കും, അതേ നമ്മൾ അറിയുള്ളൂ. കുട്ടിക്ക് തുണിയൊക്കെ മുൻകൂട്ടി ഉടുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചു. ആ കുട്ടിയെ നോക്കി എങ്ങനെയാണ് ഈ ഒരു കുട്ടി ഗർഭാശയത്തിൽ രൂപപ്പെട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് ആരെങ്കിലും ഒരാൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു മകിഴൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഒക്കെ പിശുക്കന്മാരാ. ഇതാണ് പറഞ്ഞത്, പിശുക്കന്മാരെന്ന്. അപ്പൊ ആ കുട്ടി ജനിച്ച ആ പുറത്തു വന്നതിന് ശേഷം ലോകത്തോടു കൂടി സമ്പർക്കം നടത്തുക. ആദ്യമായിട്ട് ഭൂസ്പർശം. ആ സ്പർശം അമ്മയുടെ ഉള്ളിൽ ഗർഭാശയത്തിലുള്ള സ്പർശമായിരുന്നില്ല, ഒരു വ്യത്യാസം ഉള്ളതിന്. അതാണ് കരയണത്. കുറച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ എന്തെങ്കിലും കഴിക്കും. അമ്മയുടെ കൈച്ചൂട് തട്ടും. അപ്പോൾ ഒരു ഭാഗത്ത് ശബ്ദം, ഒരു ഭാഗത്ത് രസം, ഒരു ഭാഗത്ത് സ്പർശം. കുറേ കഴിഞ്ഞിട്ടാണ് കണ്ണും മൂക്കും പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതൊരു പൂർണ്ണ വ്യക്തിയാണ്. ലോകത്തോടു കൂടി സമ്പർക്കം നടത്താൻ അകലെയുള്ള സൂര്യനെ കാണാം, നക്ഷത്രങ്ങളെ കാണാം, പർവ്വതത്തെ കാണാം, സമുദ്രത്തെ കാണാം, അടുത്തുള്ള കടുക് കാണാം, മിളക് കാണാം. എല്ലാറ്റിനും പറ്റിയിട്ടുള്ള കണ്ണും കോപ്പുമായിട്ടാണ് ജനിക്കുന്നത്. എന്നിട്ട് ആ ലോകവുമായി സമ്പർക്കം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിലയിരുത്തൽ എന്താണെന്ന് ആലോചിച്ചോളൂ. ഇന്ദ്രിയാണി പരാന്യാഹുഹു. നമ്മുടെ ശരീരമാണല്ലോ പുറമേ ഉള്ളത്, സ്ഥൂലമായിട്ടുള്ളത്. ഈ സ്ഥൂല ശരീരം 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും 5 കർമ്മേന്ദ്രിയങ്ങളെയും അധിവസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരത്തിൻ്റെ തടി കൊമ്പുകൾക്ക് വേണ്ടിയിട്ടല്ലേ? അതേപോലെയുള്ള ഒരു ശരീരമാണ്. ആ ശരീരത്തിൻ്റെ ആവശ്യം ഈ 10 ഇന്ദ്രിയങ്ങളെ അവിടെ നിലനിർത്തുന്നത് മാത്രമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെയുള്ള ഈ ഇന്ദ്രിയങ്ങളിൽ, ഈ ഇന്ദ്രിയങ്ങളാണ് ലോകവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നത്. ലോകവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള വിചാരം എന്താ? ലോകവസ്തുക്കളാണ് മേലെ. ലോകവസ്തുക്കളെ കണ്ടു ഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങൾ നിസ്സാരങ്ങൾ എന്നല്ലേ നിങ്ങളുടെ മനസ്സിലുള്ള വിചാരം? കൃഷ്ണൻ പറയുന്നു, ഇന്ദ്രിയാണി പരാണ്യാഹുഹു. എത്രയും ചെറിയ 2 കണ്ണ്, അംഗങ്ങളിൽ വെച്ച ഏറ്റവും ചെറുതാ. ആ 2 കൊണ്ട് കണ്ണുകൊണ്ട് കാണാനോ? ദ ഫാർ പോയിന്റ് ഓഫ് ദി ഐ ഈസ് ഇൻഫിനിറ്റി എന്നാണ് പറഞ്ഞത് ഒരു ഐ സ്പെഷ്യലിസ്റ്റ് എന്നോട്. ലോകത്തിൽ എത്ര ദൂരെ വേണമെങ്കിൽ ഒരു സാധനത്തിനെ നിങ്ങൾ പ്രതിഷ്ഠിച്ചോളൂ, നമ്മുടെ വെറും കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, അത് വലുപ്പമുണ്ടെങ്കിൽ. അപ്പൊ ഏറ്റവും അങ്ങേയറ്റത്തെ ദൂരം വരെ കാണാൻ പറ്റുന്ന ഒരു കണ്ണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ കണ്ണുകൊണ്ട് ലോകവസ്തുക്കളെ കാണുമ്പോൾ ലോകവസ്തുക്കളാണോ ശ്രേഷ്ഠം മേലെ, അതോ കാണുന്ന കണ്ണോ? എന്താ അവര് മിണ്ടാണ്ടിരിക്കണേ? ഒന്ന് പറയണപ്പാ. ഞാൻ സൂര്യനെ കാണുമ്പോൾ സൂര്യൻ എന്നെ കാണുന്നുണ്ടോ? ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നു. നിങ്ങൾ മനുഷ്യരായതുകൊണ്ട് നിങ്ങൾ എന്നെ കാണുന്നു. ദാ ഈ റൂഫ് ഞാൻ കാണുന്നുണ്ട്, എന്നെ കാണുന്നുണ്ടോ? ഒരു മലയുടെ മുകളിൽ നിന്ന് 4 ഭാഗത്തും ഒന്ന് ഓടിച്ചു നോക്കിയാൽ എത്ര സാധനങ്ങളാണ് അവിടെ വന്ന് വീഴുന്നത്. അത് മുഴുവൻ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ വസ്തുക്കൾ നമ്മെ കാണുന്നുണ്ടോ? ഈ ലോകത്തെ കാണാനും കാണാതിരിക്കാനുമുള്ള ശക്തി നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കില്ലേ? കാഴ്ച തുടങ്ങണത് എവിടുന്നാ? ഈ റൂഫിനെ ഞാൻ കാണണമെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഉറങ്ങുമ്പോൾ ഒരു പൂവ് പതുക്കെ
അത് പോള തുറന്ന് കാണിച്ചു തന്നാൽ നിങ്ങൾ കാണുമോ? എന്തേ കാണാത്തെ? അപ്പം കണ്ണിനെ കൊണ്ട് വിനിയോഗിക്കണം. കണ്ണിനെ കാണാൻ വേണ്ടി മനസ്സ് സങ്കല്പിച്ചാലേ പറ്റുള്ളൂ. ആ മനഃശക്തിയാണ് ഈ കണ്ണുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം മനസ്സുണ്ടാക്കിയിട്ടുള്ള കണ്ണുകൊണ്ട് നാം ഈ ലോകവസ്തുക്കളെ കണ്ട് ഗ്രഹിക്കണു. ആ ഗ്രഹണത്തിൽ ലോകവസ്തുക്കൾക്ക് വല്ല പങ്കുണ്ടോ? ഞാൻ കണ്ടിട്ട് പറയാണ് ഇത്ര അധികം ജനങ്ങൾ എൻ്റെ മുൻപിലുണ്ടെന്ന്. അത് ഞാൻ പറയാണ്. എന്നെപ്പോലെ കണ്ണുള്ളവരും പറയും. അപ്പം ലോകം നമ്മളെ കാണിക്കണില്ല, നാം ലോകത്തെ കാണുകയാണ്. കാഴ്ച തുടങ്ങുന്നത് ഉള്ളിൽ നിന്നാണ്. മനസ്സിൽ കാണണം എന്ന് തോന്നിയപ്പോൾ കണ്ണ് തുറന്ന് പുറം വസ്തുക്കളിൽ ഫോക്കസ് ചെയ്ത് അതിൻ്റെ ഒരു പ്രതിച്ഛായ ഉണ്ടായി മനസ്സിൽ പതിയുമ്പോഴാണ് ഞാൻ കാണുന്നത്. ഈ റൂഫിനെ ഞാൻ ഒരിക്കലും കാണുന്നില്ല. എൻ്റെ മനസ്സ് കണ്ണിലൂടെ റൂഫിൻ്റെ ഒരു പ്രതിച്ഛായ മനസ്സിൽ പതിപ്പിച്ച് ആ പ്രതിച്ഛായയെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആം ഐ റൈറ്റ് ഓർ നോട്ട്? എന്താ നിങ്ങൾ മിണ്ടാത്തെ? അപ്പൊ ഇവിടെ കാണപ്പെടുകയെ വസ്തുക്കൾ കാണപ്പെടുന്നു. കാണുന്നത് നമ്മളാണ്. അങ്ങനെ കാണുന്നതും കാണാതെ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതുമായ ഇന്ദ്രിയങ്ങളാണ് ലോക വസ്തുക്കളേക്കാൾ ശ്രേഷ്ഠം. ഈ ലോകമുണ്ടാക്കിയതല്ല എൻ്റെ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾ നിറം പിടിപ്പിക്കുന്നതാണ് ഈ ലോകം. കണ്ണുകൊണ്ട് കണ്ട രൂപങ്ങളും, ചെവി കൊണ്ട് കേട്ട് ശബ്ദങ്ങളും, നാവ് കൊണ്ട് രസങ്ങളും, ത്വക്ക് കൊണ്ട് സ്പർശങ്ങളും, മൂക്ക് കൊണ്ട് വാസനകളും നാം നിശ്ചയിക്കുന്നതാണ്. ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ ഈ ലോകവസ്തുക്കളും നമുക്കുണ്ടാവില്ല. അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളാണ് പരാണി, ശ്രേഷ്ഠം. ഈ ലോകത്തിൽ നിങ്ങളുടെ സമ്പർക്ക വേളയിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളുമായിട്ടുള്ള സ്ഥിരം സമ്പർക്കമല്ലേ ജീവിതം? എന്താ മിണ്ടാത്തെ? വെളുപ്പാൻ കാലത്ത് എണീറ്റ എന്തായി? കാണാൻ തുടങ്ങി, പിന്നെ കേൾക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ സമ്പർക്കമാണ് ജീവിതം, ഇന്ദ്രിയങ്ങളും ലോകവും തമ്മിലുള്ളത്. ആ സമ്പർക്കത്തിൽ ഇന്ദ്രിയങ്ങൾക്കാണോ മേൽസ്ഥാനം അതോ വസ്തുക്കൾക്കോ? സമ്മതിച്ചോ? ശരി. ഇന്ദ്രിയേഭ്യ പരം മനഃ. ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്, ഉത്തുംഗമാണ് മനസ്സ്. എന്താ കാരണം? ഇപ്പൊ കണ്ണുകൊണ്ട് ഞാനൊരു വസ്തുവിനെ കാണുമ്പോൾ ആ വസ്തുവിൻ്റെ ഛായയോ രൂപമോ കണ്ണിലല്ല പതിയുന്നത്, കണ്ണിലൂടെ മനസ്സിലാണത് പതിയുന്നത്. മനസ്സ് പ്രവർത്തിപ്പിച്ചാലേ ഇന്ദ്രിയം പ്രവർത്തിക്കുള്ളൂ. മരിച്ചുപോയ ഒരു ശരീരം, അതിൽ നിന്ന് കോർണിയ എടുത്ത് ഒരു ബ്ലൈൻഡ് മാന് വെച്ചാൽ അത് കാണുമോ? കാണില്ലേ? കാണും. മരിച്ചവനിൽ കാണുന്നില്ല. എന്താ? അവിടെ മനസ്സില്ല. അതുകൊണ്ട് വ്യക്തമാവണുണ്ടോ? അപ്പൊ മനസ്സില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. മനസ്സിലാണ് പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കണ്ണിനേക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്. മനസ്സിന് ദിശ നൽകുന്നത് നമ്മുടെ ബുദ്ധിയാണ്. ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ. ഈ ബുദ്ധിക്കും അപ്പുറത്തുള്ള ഒന്നുണ്ട്, അതാണ് ഏറ്റവും വിശേഷപ്പെട്ടത്. അപ്പൊ ഈ ലോകത്തെ നോക്കി നിങ്ങൾ ഏറ്റവും വിശേഷപ്പെട്ടതും അന്തിമവുമായിരിക്കുന്ന സത്യം കാണാൻ പുറത്ത് പ്രയാണം ചെയ്യണോ അതോ ലോകത്തെ കാണിച്ചു തരുന്ന ഉൾമണ്ഡലത്തിൽ മുങ്ങിത്തപ്പണോ? എന്താ മിണ്ടാത്തെ? എന്തെങ്കിലും കണ്ട എന്താ ഈ ഭ്രമിക്കണത്? എന്താ ഈ മോഹം നിങ്ങൾക്ക്? ഇവിടെ ഏതെങ്കിലും ഒരു പുൽക്കൊടി ഉണ്ടോ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് സന്തോഷം തരാൻ? ഏതെങ്കിലും ഒരു ബാഹ്യവസ്തു നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അകത്ത് കിടന്ന് സ്ഥാനം പിടിക്കുന്നുണ്ടോ? ഞാൻ കൗതുകമുള്ള ഒരു ആനയെ കണ്ടു, ഒരു കൊമ്പനാന അവിടെ നിൽക്കുന്നുണ്ടോ അതോ എൻ്റെ ഉള്ളിൽ കിടന്നു വരുന്നുണ്ടോ? അപ്പൊ എൻ്റെ കണ്ണ്, എൻ്റെ മനസ്സ് കൊമ്പനാനയുടെ ഒരു പതിപ്പെടുത്ത് ദാ കണ്ടോളൂ, കൊമ്പനാനയും ബുദ്ധിമുട്ടിക്കണ്ട, നമുക്കും ബുദ്ധിമുട്ടില്ല, ഈ ആന നിന്നെ കുത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ മനസ്സ് ഛായ ഉണ്ടാക്കുന്നത് അല്ലേ? എന്താ ഒരു മിണ്ടാത്തെ? ആ ബുദ്ധി വളരെ വിശേഷപ്പെട്ടതാണ്. അത് മുഴുവനും ഈ മനസ്സിന് എത്രത്തോളം വ്യാപകതയുണ്ട്, മനസ്സിന്റെ പ്രാബല്യം എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. എന്താ ആ പ്രാബല്യം? ചെറിയ രണ്ട് കണ്ണുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ വിശാലതയും അസംഖ്യതയും കാണാൻ പറ്റും. ഒരു സമുദ്രത്തിന്റെ തീരത്തിൽ ചെന്ന് ആ സമുദ്രത്തിന്റെ വിശാലത ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ മുഴുവനും നീന്തി കളിച്ചിട്ടാണോ പറയണത്, അത് കണ്ണുകൊണ്ട് നോക്കിയിട്ട് ആ വിശാലത നമ്മുടെ ഉൾ മനസ്സിൽ അനുഭവിച്ചു കൊണ്ട് പറയുന്നുവോ? ഞാൻ സമുദ്രമുണ്ട് എന്ന് പറയുമ്പോൾ അത് എൻ്റെ അനുഭവമാവണ്ടേ? ആ അനുഭവം എവിടെയാ? ഉള്ളിലോ പുറത്തോ? അപ്പൊ ഈ സമുദ്രത്തിന്റെ വിശാലത മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള മനസ്സ് എന്ന് പറഞ്ഞാൽ ആ മനസ്സ് സമുദ്രത്തേക്കാൾ ബൃഹത്തോ അതോ ചുരുങ്ങിയതോ?
എത്രയെത്ര വിസ്താരത്തെയും ഒരുപോലെ കാണാൻ സാധിക്കും നമുക്ക്. അപ്പൊ നമ്മുടെ മനസ്സ് ചെറുതോ അതോ വലുതോ? ചെറുതോ വലുതോ? നല്ല പോലെ പറയും. നിങ്ങൾ മനസ്സിലാക്കണില്ല നിങ്ങളുടെ മനസ്സിന്റെ വലിപ്പം. എത്ര വിശാലതയും നമ്മുടെ ഉള്ളിൽ പതിയണു, കാണിച്ചു തരണു. അപ്പൊ നമ്മുടെ മനസ്സ്, ശരീരം പരിമിതമാണെങ്കിൽ മനസ്സ് അപരിമിതമാണ്. ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ. അപ്പൊ എന്തായി? ഏറ്റവും ഭൗമമായി സ്ഥൂലമായിട്ടുള്ള ഭാഗം നമ്മുടെ വ്യക്തിത്വത്തിൽ, ആ സ്ഥൂല ശരീരത്തിലുള്ള 5 ഇന്ദ്രിയങ്ങൾ ലോകവസ്തുക്കളേക്കാൾ കേമമാണ്. അതിൻ്റെ ഉള്ളിലുള്ള മനസ്സ് അതിനേക്കാൾ കേമം, ബുദ്ധി അതിനേക്കാൾ കേമം, അവസാനം സർവകേമമായിട്ടുള്ളതാണ് ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന അന്തരാത്മാവ്. ഇനി എനിക്ക് നിങ്ങൾ ഒരു മറുപടി പറയണം. ഈ വിശാലമായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ മുമ്പിൽ, നിങ്ങൾ ലോകത്തിൻ്റെ മുൻപിൽ നിസ്സാരനോ അതോ നിങ്ങളുടെ മുൻപിൽ ലോകം നിസ്സാരമോ? നിങ്ങളെ വിശ്വസിക്കാമോ ഞാൻ? I want you to clearly tell me whether the world which you are seeing and interacting with is that greater, or I who interact with this world am greater. അങ്ങനെ മാസ്റ്ററായിട്ട് ജീവിക്കൂ, യജമാനനായിട്ട് ജീവിക്കൂ, ദാസനായിട്ട് ജീവിക്കരുത്. ഇവിടെ ഈ ലോകത്തിലുള്ള എന്ത് സംഭവങ്ങളെയും നമുക്ക് സംലയിപ്പിച്ചെടുക്കാനുള്ള മനസ്സുണ്ട്. കാണണമെങ്കിൽ കാണാനും വേണ്ടാന്ന് വെക്കാനും നമുക്ക് ശക്തിയുണ്ട്, ത്രാണിയുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട്. ഈ ലോകത്തിൽ പർവ്വതമാകട്ടെ, സമുദ്രമാകട്ടെ, അഗ്നിയാകട്ടെ, ന്യൂക്ലിയർ പവർ ആയിക്കോട്ടെ, ഇതൊന്നിനും എൻ്റെ മനസ്സിനെ തീണ്ടാനോ പ്രവേശിക്കാനോ പറ്റില്ല. My mind is inaccessible to anything in this world. It is accessible only to me, none else. എൻ്റെ മനസ്സിനെ സ്പർശിക്കാൻ ഈ ലോകത്തിൽ ഒരു സാധനമില്ല. അതിലേക്ക് കിടത്തിവിടുന്നത് ഞാനാണ്. അക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമഃ. പാടിയിട്ടുണ്ടല്ലേ, കേട്ടിട്ടുണ്ട് വല്ലവർക്കും വേണ്ടിയിട്ട്. പോത്തിന്റെ മുമ്പിൽ വീണ വായിച്ചാൽ പോത്തിന് നല്ല രസം ഉണ്ടാവുമല്ലോ. ആരോ എഴുതി, രാമാനുജാചാര്യർ എഴുതിയത് വായിക്കുന്നുണ്ട്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമഃ. അതാണ് നമ്മുടെ വ്യക്തിത്വം. അപ്പൊ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഏതെങ്കിലും ഒരു അംശം ലോകത്തിന് താഴെയോ അതോ മേലെയോ? My dear souls, will you be conscious of this? Will you live in tune with this awareness or consciousness? ഈ ഒരു ബോധത്തിനോട് കൂറു പുലർത്തിക്കൊണ്ട്, ആ ബോധത്തിനാൽ നയിക്കപ്പെട്ട് നിങ്ങൾ ഒരു ശുഭോദർക്കം ഉണ്ടാക്കി തീർക്കുമോ ഈ ജീവിതത്തിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് വളരെ സങ്കടമുണ്ട് കൂട്ടരെ, ഈ കരച്ചിൽ തന്നെ. എന്തിനു വേണ്ടി കരയണു? ഞാൻ ലോകത്തിനോട് പറയണത്, ലോകമേ, ഒരു തുരുമ്പ് പോലും നിന്നിൽ നിന്ന് എനിക്ക് വേണ്ട. ഒരു സാധനം നിനക്ക് എനിക്ക് തരാൻ പറ്റില്ല. എൻ്റെ മനസ്സിനെ നിറയ്ക്കാൻ ഒരു സാധനം ഈ ലോകത്തിലില്ല. ഞാൻ കുടിച്ച വെള്ളം പോയത് മനസ്സിലേക്കോ വയറ്റിലേക്കോ? ഭൗതിക വസ്തുക്കൾ ഭൗതിക ശരീരത്തിൽ ലയിച്ചു ചേരുന്നതൊഴികെ പുറമേയുള്ള സ്വർണമാകട്ടെ, പ്ലാറ്റിനമാകട്ടെ, എന്തോ ആകട്ടെ, കുഞ്ഞുങ്ങളോ പേരക്കുഞ്ഞുങ്ങളോ, ഒറ്റ സാധനം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രവേശിക്കില്ല. നമ്മുടെ മനസ്സ് നിർഭരമാകാൻ പോകുന്നത് മനോധന്യത കൊണ്ടാണ്. ആ മനോധന്യതയാണ് ശ്രീകൃഷ്ണൻ പകർന്നു കൊടുക്കുന്നത് അർജുനന്. ഞാൻ വിചാരിക്കുന്നു ഇത് കുരുക്ഷേത്രമാകണം, നിങ്ങളൊക്കെ അർജുനന്മാരാകണം, സ്വാമിജി കൃഷ്ണനുമാണ്. അങ്ങനെ ആയാലേ ഈ സന്ദേശം നിങ്ങളുടെ ഉള്ളിൽ കയറുള്ളൂ. ആ കുരുക്ഷേത്രം വരട്ടെ, പടയാളി ആയിത്തീരൂ. മനസ്സിലാക്കൂ, നമ്മുടെ വ്യക്തിത്വം ദാസമല്ല. ലിവ് ഇൻ ദിസ് വേൾഡ് ആസ് എ മാസ്റ്റർ, ആസ് എ മാഗ്നിഫിസന്റ് പെർഫോമർ, ആസ് എ മാഗ്നിഫിസന്റ് എൻജോയർ ആൻഡ് എ മാഗ്നിഫിസന്റ് സഫറർ. എന്ത് വേണമെങ്കിലും ദുഃഖം സഹിക്കാനും
സുഖം ആസ്വദിക്കാനും രണ്ടിലും നിർലിപ്തമായിരിക്കാനും അങ്ങനെ ആടിപ്പാടി ഉല്ലസിച്ച് ആത്മാഹ്ലാദത്തിൽ വിഹരിക്കാൻ നമുക്ക് സാധിക്കും കൂട്ടരെ, സാധിക്കും. ആകാശവല്ലേപവിദൂരഗോഹം ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം അഹാര്യവത് നിത്യവിനിശ്ചലോഹം അംബോധിവത് പാരവിവർജിതോഹം. ഇതാണ് ഞാൻ എന്ന ആ വാക്കിന്റെ പരിമാണം. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പാടിയിട്ടുള്ളതാണ്. ആകാശവല്ലേപവിദൂരഗോഹം. നമ്മുടെ ശരീരം പരിമിതം, കണ്ണ് ഏറ്റവും ചെറുത്. ആ കണ്ണിലൂടെ ഈ വിശാലമായ ലോകത്തെ നോക്കിക്കണ്ട് അതിൻ്റെ ഒരു പതിപ്പിക്കുന്നതായ ആ മനസ്സുണ്ടല്ലോ, അത് ആകാശത്തിനെ പോലെ വിശാലമല്ലേ? ആണോ അല്ലേ? ഈ സദസ്സ് ഇപ്പൊ പറയണം എന്നോട്, നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ളത് കടുക് മനസ്സോ അതോ കടാഹ മനസ്സോ? നോക്കൂ, 100 ലിറ്റർ വെള്ളം ഒഴിക്കാൻ ഒരു പാത്രം ഉണ്ടാക്കിയാൽ ആ പാത്രം 100 ലിറ്ററെങ്കിലും കൊള്ളണ്ടേ? അപ്പൊ അനന്തമായ ആകാശത്തിന്റെ ഒരു പതിപ്പെടുത്ത് നമ്മളെ അനുഭവിപ്പിക്കുന്ന മനസ്സ് ആ അനന്തമായ ആകാശത്തേക്കാൾ ഒരു സ്വല്പമെങ്കിലും മേലെയാവണ്ടേ? എന്താ വേണ്ടാതെ? ചെറിയ കണക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് വെച്ചാലോ? വാട്ട് ഈസ് ദ മെഷർ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് യുവർ മൈൻഡ്? ഈസ് ഇറ്റ് സംതിങ് ലൈക്ക് എ മസ്റ്റേർഡ് ഓർ ഈസ് ഇറ്റ് സംതിങ് സ്റ്റുപെൻഡസ്, മാഗ്നിഫിസന്റ്? വളരെ വിശേഷപ്പെട്ട ഒരു മനസ്സല്ലേ അത്. ആകാശവത് ലേപവിദൂരഗോഹം. പുറത്ത് കാണുന്നത് ദ്രവ്യാകാശമാണ്, ഉള്ളിലുള്ളത് ചിതാകാശമാണ്. The sky and the space outside are sentient അല്ല, insentient, inert. Whereas you have a sentient sky and space inside. That is what is denoted by the term mind. അതാണ് നമുക്ക് മനസ്സ്. അതിന് ഒരു വിധത്തിലുള്ള ലേപനവുമില്ല. എത്രയോ ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ച് വായുമലിനപ്പെട്ടു, ഇല്ലാതെയായി, വെള്ളവും പോയി, ഖരവസ്തുക്കളും പോയി. ആകാശത്തിന് വല്ലതും സംഭവിക്കുമോ? എന്താ ഒരു മിണ്ടാതെ? ലോകത്തല്ലേ ജീവിക്കുന്നത്? ആകാശത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? അപ്പൊ ആകാശത്തിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന ചിതാകാശമായ മനസ്സ്, അതിന് എന്തെങ്കിലും ലേപനം വരുമോ? പാടൂ. ആകാശവല്ലേപവിദൂരഗോഹം. ആകാശത്തെ പോലെ ലേപവിദൂരനാണ് ഞാൻ, ഒരു ലേപനവും എനിക്കില്ല. ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം. ആദിത്യനെ പോലെ സ്വയം പ്രകാശമാണ്. എന്നെ പ്രകാശിപ്പിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതാണ് ബാഹ്യപ്രകാശം. മനസ്സിലാവുന്നുണ്ടോ? എന്നെ പ്രകാശിക്കാൻ കൂരി ഇരുട്ടിൽ കയ്യും പൊന്തിച്ച് നിങ്ങൾ അവിടെ ഇരിക്കൂ, കൈ കൊണ്ട് ഇങ്ങനെ തൊടണ്ടെന്നാ പറയണത്. അപ്പോഴും നിങ്ങൾക്ക് അറിയില്ല എനിക്കൊരു ശരീരമുണ്ടെന്ന്. എന്താ മിണ്ടാതെ? ആരാ പറഞ്ഞു തരുന്നത്? വെളിച്ചത്തിലാണോ കാണുന്നത്? ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചിന്തകളെ നിങ്ങൾ എങ്ങനെ അറിയണു? ഏത് പ്രകാശത്തിൽ? സംശയം എങ്ങനെ അറിയുന്നു? ഉറങ്ങിയതും സ്വപ്നവും നിങ്ങൾ എങ്ങനെ അറിയുന്നു? അപ്പൊ ആകാശത്തിനെ പോലെ നിർലിപ്തനാണ് ഞാൻ, ആദിത്യനെ പോലെ സ്വയം പ്രകാശമാണ്. അഹാര്യവത് നിത്യവിനിശ്ചലോഹം. പർവ്വതത്തെ പോലെ നിത്യം നിരന്തരം വിനിശ്ചലനാണ് ഞാൻ. എന്നെ കുലുക്കാനോ അനക്കാനോ ഒന്നുമില്ല. അംബോധിവത് പാരവിവർജിതോഹം. സമുദ്രത്തെ പോലെ പാരമില്ലാത്തവനാണ് ഞാൻ. ഈ ലോകത്ത് സമ്പർക്കം നടത്തുമ്പോൾ സമ്പർക്കം നടത്തുന്നത് 5 ഇന്ദ്രിയങ്ങളാണ്. കേൾക്കുന്നുണ്ടോ? കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, ത്വക്ക് കൊണ്ട് സ്പർശിക്കുന്നു. ഈ ലോകം അനന്തവും അസംഖ്യവുമാകട്ടെ, രസരൂപഗന്ധം, ആ 5 എണ്ണത്തെ മനോമണ്ഡലത്തിൽ ചെല്ലുമ്പോൾ വെറും 2 തീർക്കുന്നു. സുഖം ദുഃഖം. കേൾക്കുന്നുണ്ടോ? അപ്പൊ 5 ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ, 2 മനസ്ഥലത്തിൽ. കിടന്നുറങ്ങുമ്പോഴോ അതും പോയി. ഇങ്ങനെ ഈ ലോകത്തിനെ കാണിച്ചു തരുന്ന മനസ്സ് ഇന്ദ്രിയതലത്തിൽ 5 മനസ്ഥലത്തിൽ 2 ഉറങ്ങുന്ന സമയത്ത് ഒന്നുമില്ലാത്തതാക്കി തീർക്കുന്ന ഒരു വ്യക്തിത്വവും അനുഭവമാണ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ലോകത്തിന് മീതെയോ
താഴെയോ? ഇവിടെ 2-3 ആള് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ എന്ത് പറയുന്നു? ഈ ലോകത്തിനെ 5 നമ്മുടെ ഇന്ദ്രിയങ്ങൾ, 2 നമ്മുടെ മനസ്സ്, അതിനെ മാച്ചുകളയുന്നു ഉറക്കത്തിൽ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവിൻ്റെ ശക്തി എന്താന്ന് നിങ്ങൾ തന്നെ പറയും. അപ്പൊ ഈ ലോകത്തിൽ ഈ നിമിഷം മുതൽ നിങ്ങൾ ജീവിക്കുന്നത് വിജയിയായി ജീവിക്കണം, അജയ്യനും അജയിയുമായി ജീവിക്കണം. ഒരിക്കലും വിചാരിക്കരുത് ഈ ലോകത്തിന് നമ്മളെ തകർക്കാനോ തരിപ്പണമാക്കാനോ പറ്റുമെന്ന്. ആപൂര്യമാണമചല പ്രതിഷ്ഠം സമുദ്രമാപഃ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. എല്ലാ ഭാഗത്തു നിന്നും തുടർച്ചയായി ഗംഭീരമായി ഒഴുകി വരുന്നു പുഴകൾ, നദികൾ സമുദ്രത്തിൽ, ലവണസമുദ്രത്തിൽ. ഓരോ പുഴയും വന്നു ചേരുമ്പോൾ സമുദ്രം കരകവിഞ്ഞ് ഒഴുകിപ്പോകും എന്ന് നമ്മുടെ മനസ്സിൽ തോന്നാം. അങ്ങനെ ആപൂര്യമാണം എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചോട്ടെ. നമ്മൾ പ്രവേശിപ്പിക്കുകയാണ്. ഈ പുഴകളൊക്കെ നിങ്ങൾക്ക് തോന്നും സമുദ്രമല്ല പുഴ എന്ന്. പുഴ എവിടുന്നാ പുറപ്പെടുന്നത്? പർവ്വതശിഖരങ്ങളിൽ നിന്ന്. പർവ്വതശിഖരത്തിലേക്ക് വെള്ളം എങ്ങനെ പറന്നു ചെന്നു? സമുദ്രതലത്തിൽ നിന്ന്. അവസാനം സമുദ്രത്തിൽ നിന്ന് അയച്ച ജലം തന്നെയാണ് പ്രവാഹമായി വരുന്നത്. ആ പ്രവാഹം മറ്റുള്ളവരെ എല്ലാവരെയും ഒഴുക്കി കൊണ്ടുപോവാം. സമുദ്രത്തെ ഒഴുക്കാനുള്ള ശക്തി അതിനില്ല. ഞാൻ കാണുന്ന സാധനങ്ങൾ, എന്നിൽ നിന്ന് പുറപ്പെട്ട കാഴ്ച, കാഴ്ചയായിട്ട് തിരിച്ചു വരുമ്പോൾ എന്നെ അകപ്പെടുത്തിയ എൻ്റെ കാഴ്ച നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ കാര്യം? A perception which I have initiated, which I have sustained, which I have enabled in my own manner. How can that perception or perceptional aftermath subdue me, overpower me or conquer me? ഞാൻ അനുവദിക്കുന്ന ദർശനങ്ങൾ, ഞാൻ അനുവദിക്കുന്ന ശബ്ദങ്ങൾ, ഞാൻ അനുവദിക്കുന്ന മറ്റ് ഇന്ദ്രിയ പദാർത്ഥങ്ങൾ എന്നെ മുക്ക് ഒരിക്കലുമില്ല. സമുദ്രത്തെ പോലെ ഇരിക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സാധാരണ ഒരു കിണർ വ്യക്തിത്വമാണ്, കുണ്ടൻ കിണർ. അത് വിട്ടിട്ട് ഒരു കുളമെങ്കിലുമായി തീരൂ, ഒരു തടാകമായി തീരൂ, ഒരു പുഴയും സമുദ്രവുമായി തീരൂ. സാധിച്ചാൽ ആകാശ സമമുള്ള ഒരു മനസ്സ് വളർത്തിയെടുത്തിട്ട് വേണം ലോകത്തിൽ നിന്ന് പോകാൻ. ആപൂര്യമാണമചല പ്രതിഷ്ഠം സമുദ്രമാപഃ പ്രവിശന്തി യദ്വത്. എമ്പാട് നിന്നും പുഴകൾ വന്ന് ചേരുമ്പോഴും ആ സമുദ്രത്തിന് ഒരു കുലുക്കമില്ല. ആ സമുദ്രത്തിൻ്റെ ആഴം, അതിൻ്റെ വിസ്തീർണം, ഇത് രണ്ടും കണക്കിലെടുത്ത് എത്ര പുഴകൾ വന്ന് ഒഴുകിയാലും അതിൻ്റെ ലെവല് വർദ്ധിച്ച് അപകടമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഈ ലോകത്തിൽ നിന്ന്, എമ്പാട് നിന്നും എത്ര പദാർത്ഥങ്ങൾ വേണമെങ്കിലും എൻ്റെ സമുദ്രത്തിൽ പ്രവേശിക്കട്ടെ. ഞാൻ കുലുങ്ങാത്തവൻ, ഞാൻ അനങ്ങാത്തവൻ, ഞാൻ ലേപമില്ലാത്തവൻ. മുനിഹി പ്രസന്നഗംഭീരോ ദുർവിഗാഹ്യോ ദുരത്യയഃ. ശരിയായിട്ടുള്ള ഒരു മുനി പ്രസന്നഗംഭീര. കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഈ വാക്ക്? പ്രസന്നഗംഭീര. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഗാംഭീര്യം കൊണ്ടൊരു പ്രസന്നതയുണ്ട്. ഗാംഭീര്യം ശരീരത്തിലല്ല, ഉൾമണ്ഡലത്തിലാണ്. ദുർവിഗാഹ്യോ, അളക്കാനൊന്നും പറ്റില്ല. ദുരത്യയഃ, കവച്ചു വയ്ക്കാനും പറ്റില്ല. അഗാധ ബുദ്ധി, അത്ര വിശേഷപ്പെട്ട ബുദ്ധിയ. അക്ഷോഭ്യ, ക്ഷോഭമില്ല. സ്ഥിമിതോ ദൈവാർണവ, സമുദ്രം പോലെ അങ്ങനെ നിറഞ്ഞങ്ങനെ ഇരിക്കുക, കവിഞ്ഞൊഴുകില്ല എന്ന് കൃഷ്ണൻ പറയണതാ ഗുരുവിനെ പറ്റി, ആ ഒരു മുനിയെ പറ്റി. ആപൂര്യമാണമചല പ്രതിഷ്ഠം സമുദ്രമാപഃ പ്രവിശന്തി യദ്വത് തദ്വത് കാമയം പ്രവിശന്തി സർവേ. അതുപോലെ ഈ ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, വ്യവഹരിക്കുമ്പോൾ, സമ്പർക്കം നടത്തുമ്പോൾ എന്തെല്ലാം വരുമോ ആ വന്നതൊക്കെ നമ്മുടെ സമുദ്രത്തിൽ പ്രവേശിച്ച് അതിലൊരു ലവണമുണ്ട്. എന്ത് ചെയ്യും സമുദ്രം? വന്ന പുഴകളുടെ ചളിയൊക്കെ താഴത്തേക്ക് പോവും. തൻ്റെ കയ്യിലുള്ള ഉപ്പുരസം അതിന് പകർന്നു കൊടുക്കും, താനാക്കി തീർത്ത് അങ്ങനെ ഇരിക്കും. അങ്ങനെ എല്ലാറ്റിനെയും സ്വാംശീകരിച്ച് ആത്മസാത്കരിച്ച് സർവോത്കർഷേണ വിജയിച്ച് വിഹരിച്ച് ചിരിച്ച് മകിഴ്ന്നുകൊണ്ട് വേണം നിങ്ങളെല്ലാവരും ജീവിക്കാൻ. അതിന് ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ഹാളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിന് മുൻപ് എന്നോട് തുറന്നു പറയണം മനസ്സുകൊണ്ടെങ്കിലും, സ്വാമിജി ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ വ്യക്തിത്വം ലോകത്തേക്കാൾ ശ്രേഷ്ഠമാണ്, ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠമാണ്,
ശ്രേഷ്ഠതരമാണ് മനസ്സ്, ശ്രേഷ്ഠതമമാണ് ബുദ്ധി. അത് വിട്ട് ശ്രേഷ്ഠതം അത് ആത്മാവ്. ഇതെല്ലാം ഉൾക്കൊണ്ട ഞങ്ങൾ ഒരിക്കലും തളരില്ല, വാടില്ല, കുഴയില്ല. ഞങ്ങൾക്ക് കിട്ടാനും കൊടുക്കാനും ഒന്നുമില്ല ഈ ലോകത്തിൽ. ഞാൻ ആത്മപൂർണനാണ്, പൂർണ്ണനാണ്. അങ്ങനെ നിറഞ്ഞ മനസ്സോടുകൂടി, തളരാത്ത ബുദ്ധിയോടുകൂടി, തെളിഞ്ഞ ഹൃദയത്തോടുകൂടി, ആഹ്ലാദഭരിതരായി ആ ആത്മാനന്ദത്തിൽ ആറാടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് മനസ്സിൻ്റെ പ്രാബല്യം, മനസ്സിൻ്റെ മഹിമ. ഇന്ന് ഞാൻ നിങ്ങളോട് ഭഗവത്ഗീതയെ മുൻനിർത്തി സംസാരിച്ചു. നാളെ ഭാഗവതത്തെ മുൻനിർത്തി ഒരു തരത്തിൽ ഭക്തിഭാഷയോട് കൂടിയിട്ടാണ് ഈ ആത്മാഹ്ലാദം, ആത്മ ആനന്ദം എങ്ങനെ നേടാം, എങ്ങനെ ഉൾക്കൊള്ളാം, എങ്ങനെ നേടാം എന്നുള്ള വർത്തമാനം നാളെ പറയാം. നാളെ ശ്രീമദ് ഭാഗവതത്തെ അധികരിച്ചുകൊണ്ടായിരിക്കും നാളെ സംസാരിക്കുക. ഞാൻ നിർത്തട്ടെ. അപ്പോൾ നമ്മുടെ സംഘാടകന്മാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരൊറ്റ ആൾ ഇവിടുന്ന് പോകരുത്. സ്വാമിജി സംസാരിച്ചു, ഞങ്ങൾ പോയി ഭാഗവതനെ പാടി തീർത്ത് പോകുമ്പോൾ വാതിലടച്ച് പൊക്കോളൂ എന്ന് പറഞ്ഞു അത്രേ. അതുമാതിരി ആവരുത്. എല്ലാവരും അച്ചടക്കത്തോടു കൂടിയിരിക്കണം. എനിക്കും ഒരു പക്ഷേ 4 വാക്ക് പറയാനുണ്ടാവും. അവരുടെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവസാനം ഓംകാരം പറഞ്ഞ് നമ്മളെല്ലാവരും കൂട്ടായി ജപിച്ച് നിർത്താം. ഐ ഓൾവേസ് സേ ഗിവ് മീ യുവർ ഇയേഴ്സ് ആൻഡ് ഐ വിൽ ഇൻഫിൽട്രേറ്റ് ഇൻ ടു യുവർ ഹാർട്ട് എന്നാണ് പറയാറുള്ളത്. ചെവി എനിക്ക് തരൂ, ഞാൻ ഹൃദയത്തിൽ നുഴഞ്ഞു കയറാമെന്ന്. അങ്ങനെ നുഴഞ്ഞു വന്നതാണ് ഇവിടെ. പക്ഷേ ഞാനിവിടെ വന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ മുകളിലാണ്. ഞാൻ പലയിടത്തും പോകുന്നുണ്ട്. ബ്രഹ്മവിദ്യാ പ്രചാരമാണ് 56 കൊല്ലമായി നടത്തുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിൽ വളരെ പ്രസിദ്ധീകരണങ്ങൾ കുറേ ഉണ്ട്. മലയാളത്തിൽ ഞാൻ ഈ മുക്തിസുധാകരവും ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രവും തുടങ്ങിയപ്പോഴാണ് മലയാളത്തിൽ എഴുത്തു തുടങ്ങിയത്. അതുവരെ ഇംഗ്ലീഷിലായിരുന്നു. ഈ ഇംഗ്ലീഷിലുള്ള ജേണൽ വിചാരസേതു എന്നാണ് ഇതിന് പേര്. എ വെരി ഇമ്പോർട്ടൻറ്റ് ജേണൽ. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആശ്രമത്തിലുള്ളവർ, തപസ്വികളായിട്ടുള്ളവരെ ഇതിൽ മിക്കവാറും എഴുതുന്നുള്ളൂ. പുറമേയുള്ള വെറൈറ്റി ഓഫ് ലേഖനങ്ങളൊന്നുമല്ല, പക്ഷേ ഫോക്കസ്ഡ് ആയിട്ടുള്ള ബ്രഹ്മവിദ്യാ ലേഖനങ്ങളാണ്. അതിൻ്റെ തന്നെ ഒരു തർജ്ജമയാണ് ഈ വിചാരസരണി. ഒരു വ്യത്യാസം മാത്രം, ഇതിൻ്റെ ലീഡിങ് ആർട്ടിക്കിൾ ഭഗവത്ഗീതയെ പറ്റി തുടർച്ചയായിട്ട് എഴുതുന്നതാണ്. ഇത് ഞാൻ ഇംഗ്ലീഷിൽ ഒരു 125 ലേഖനം എഴുതിയതിൻ്റെ തർജ്ജമ ഞാൻ തന്നെ തർജ്ജമ ചെയ്ത് പബ്ലിഷ് ചെയ്യാണ്. ഈ ലേറ്റസ്റ്റ് പുസ്തകത്തിൽ ഒരു പക്ഷേ എത്രയാണെന്ന് എനിക്കറിയില്ല, 51 or 68 ലേഖനമായി ഇതിൽ. ഈ പുസ്തകം വളരെ വിശേഷപ്പെട്ടതാണ്. കൃഷ്ണൻ്റെ 24 ഗുരുമുഖങ്ങൾ. ഇതെന്താ സംഗതി എന്നറിയാമോ? കൃഷ്ണൻ ഉദ്ധവന് ഉപദേശം തുടങ്ങി. ആ ഉപദേശമാണ് ഏകാദശത്തിൽ. അപ്പം ആദ്യമായിട്ട് പറയുകയാണ്, എൻ്റെ പൂർവികൻ യദു, ഒരു ചക്രവർത്തി, സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അവധൂതനെ കണ്ടപ്പോൾ മാഹാത്മ്യം മനസ്സിലാക്കി കാക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്രയും ചെറുപ്പത്തിൽ വളരെ അഴകുള്ള ഒരു ശരീരവും അമൃതഭാഷനുമായിരിക്കുന്ന അങ്ങ് നല്ല ശക്തിയും തേജസ്സും ഒക്കെ ഉണ്ട്. എന്നിട്ടും ലോകത്തിൽ ഒരു താല്പര്യവും ഗണിക്കാതെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. കൊമ്പനാന തണുത്ത ഗംഗാപ്രവാഹത്തിൽ കുലുക്കമില്ലാതെ ഇറങ്ങിയിരിക്കുന്നത് പോലെ ബാക്കിയുള്ളവരൊക്കെ ആകർഷണ വികർഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ അങ്ങ് മാത്രം ഇങ്ങനെ എന്താ അതിന് കാരണം എന്ന് നമസ്കരിച്ച് ചോദിച്ചു. അപ്പം അദ്ദേഹം പറയുകയാണ്, എനിക്ക് എൻ്റെ ബുദ്ധിയെ ആശ്രയിച്ചിട്ടുള്ള 24 ഗുരുക്കന്മാരുണ്ട് എന്ന് പറഞ്ഞ് ഓരോരുത്തരിൽ നിന്നും പഠിച്ചത് പറയുക. അപ്പം കൃഷ്ണൻ ഇങ്ങനെ 24 ഗുരുക്കന്മാരെ അവതരിപ്പിക്കുമ്പോൾ കൃഷ്ണൻ്റെ തന്നെ 24 ഗുരുമുഖങ്ങളാണല്ലോ അത്. ആ ഭാഗമാണ് ഇത്. എല്ലാവർക്കും വായിക്കാൻ വളരെ വിശേഷപ്പെട്ടതാണ്. ഭൂമിയിൽ നിന്ന് തുടങ്ങി ഈയാമ്പാറ്റ വരെ ഒരു കുമാരി, വിദേഹരാജ്യത്ത് ഒരു വേശ്യാസ്ത്രീ, പിങ്കള വരെയുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്തെല്ലാം, എങ്ങനെയെല്ലാം, എവിടെ നിന്നെല്ലാം, എപ്പോഴെല്ലാം പഠിക്കണം എന്നുള്ളതിന് വളരെ വലിയൊരു പ്രമാണമാണിത്. അപ്പോൾ ഈ പുസ്തകമാണ് ഇതിൽ വിശേഷപ്പെട്ടത്. ഞാൻ ഓരോ കൊല്ലവും ഓരോ പുസ്തകം ആദ്യം മുതൽക്ക് എഴുതി 10 പുസ്തകം എഴുതി കഴിഞ്ഞു. 11ാമത്തത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ 11ാമത്തെ സ്കന്ധത്തിൽ 2 പുസ്തകമാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നവയോഗി സംവാദം, ഈശ്വരാനുഭവം ചൊരിയുന്ന യോഗിവാണികൾ എന്നാണ് അതിന് പേര്. അത് കഴിഞ്ഞാൽ ഇത് 2ഉം 10ഉം 9ഉം 10ഉം ഏകാദശ സ്കന്ധത്തിൽ, മുക്തി സ്കന്ധത്തിൽപ്പെട്ടതാണ്. ഇതാണ് പുസ്തകങ്ങളെ സംബന്ധിച്ച വിവരണം. അപ്പോൾ ഈ പുസ്തകങ്ങളും മാഗസീനും ഒക്കെ ഇവിടെയുണ്ട്. ഞങ്ങളുടെ ആശ്രമത്തിൽ സേവനം ചെയ്യാനായിട്ടുള്ളവർ അതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ കുറേ നേരം ഇരിക്കുന്നുണ്ടാവും.
നിങ്ങൾ എത്രയും പേർ ഇതിൽ താല്പര്യമെടുത്ത് ഈ വിചാരസരണിയോ വിചാരസേതുവോ വായിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ചുരുങ്ങിയ തോതിൽ ഓരോ സത്സംഗം ഒരു മാസത്തിലെങ്കിലും നടത്തണം എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കുറച്ച് പേര് വിചാരസരണി എടുക്കുക, വായിക്കുക, എന്നിട്ട് എല്ലാവരെയും കൂടി വിളിച്ച് അതൊന്ന് ചർച്ച ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജിജ്ഞാസയ്ക്ക് ഒരു പുതിയ മാനം, ഒരു പുതിയ ഡയമെൻഷൻ ഉണ്ടാവും. അങ്ങനെ ചെയ്യുക. പിന്നെ ഈ പുസ്തകങ്ങളും വായിച്ച് മനസ്സിലാക്കി നമ്മുടെ ഹിന്ദു മതം എന്ന് പറയരുത്, നമ്മുടെ സനാതന ധർമ്മം എന്താണത്, എവിടെയാണത് ഇരിക്കുന്നത്. ഇപ്പം ഈ മുക്തി സുധാകരൻ കേട്ട് ഓരോരുത്തരും പറയുമ്പോൾ ഞങ്ങൾക്ക് ഭാഗവതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അർത്ഥവും വ്യാപ്തിയും ഉണ്ടെന്നൊന്നും അറിയില്ല, ഇപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മുക്തി സുധാകരൻ കൊണ്ടു നടക്കാൻ വലിയൊരു വിഷമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു എപ്പിസോഡിന് 20,000 ഉറുപ്പികയാണ്. ഒരു ആശ്രമം, ഒരു സന്യാസിയോ ഒന്നും പുറപ്പെട്ടാൽ ഇത് നടക്കാൻ പോകുന്നില്ല. എന്തോ കാരണത്താൽ എൻ്റെ മനസ്സിൽ ഒരൊറ്റ വിചാരമേ ഉള്ളൂ, ഈശ്വരന് പറയാൻ ഇടവരരുത്, എൻ്റെ വാക്കുകൾ പറയാൻ ആരും പുറപ്പെട്ടില്ല ഭക്തന്മാരെ കേൾപ്പിക്കാമെന്ന്. അതിന് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുറപ്പാട് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇത് തുടർച്ചയായിട്ട് നടത്തുകയാണെങ്കിൽ ഈ ഏകാദശം മുഴുവനാവാൻ തന്നെ ഒരു പക്ഷേ 10-200 എപ്പിസോഡും കൂടി വേണ്ടി വരും. ഇപ്പോൾ 650-ലേറെ ആയിക്കഴിഞ്ഞു. ഇത് നടക്കുമോ? അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏഷ്യാനെറ്റ് അവരുടെ ചാർജ് 2,000 ഉറുപ്പിക വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണല്ലോ. അപ്പോൾ അവർക്കത് കോമേഴ്സാണ്, നമുക്കോ അതല്ലേനും. അപ്പോൾ വലിയൊരു വടംവലിയാണ്. അപ്പോൾ യുദ്ധത്തിൽ ഉപനിഷത്ത് ഉപദേശം കൃഷ്ണൻ നൽകിയ മാതിരിയാണ്. ഞങ്ങളൊക്കെ ഈ ടി വിയിൽ പോയി സംസാരിക്കേണ്ട കൂട്ടരല്ല, അതൊക്കെ വേറെ ചില ആൾക്കാർക്കുള്ളതാണ്. പക്ഷേ എന്തായാലും മൊട്ടത്തലയന്മാരുടെ തലയിലും അത് വന്ന് വീണു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. പക്ഷേ ഇതുകൊണ്ട് ഒന്ന് മനസ്സിലാവേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മീഡിയത്തിന് ഇത്രയധികം ആൾക്കാരിൽ എത്തിക്കാൻ ഇത് പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഐ ആം സിംപ്ലി അമേസ്ഡ് ആൻഡ് സ്റ്റുപ്പിഫൈഡ്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫിഗർ 6.5 million people from urban areas are listening. 6.5 ദശലക്ഷം 65 ലക്ഷം പേര് പട്ടണവാസികൾ കേൾക്കുന്നുണ്ടത്രേ. ഗ്രാമത്തിൽ എത്രയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അതിലും ചുരുങ്ങിയ ഒരു നമ്പർ എടുത്താൽ ഏകദേശം 1 കോടിയായി. ഈ 1 കോടി ജനങ്ങളെ കേൾപ്പിക്കുന്നതിന് കുറച്ച് പൈസ ചാർജ് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇത് അങ്ങോട്ട് എത്തണ്ടേ, വെറുതെ പോകില്ലല്ലോ. അതിനുള്ള മെഷീനറിയും ഗാഡ്ജറ്റ്സും ഒക്കെ വേണം. അപ്പോൾ ആരെയും കുറ്റം പറയേണ്ടതില്ല. പക്ഷേ നമ്മളിത് എങ്ങനെ നടത്തുന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമവുമില്ല. പ്രേക്ഷകർ നേരിട്ട് അതിനുള്ള റെസ്പോൺസിബിലിറ്റി എടുത്ത് നടത്തണം. പലരും കുറേശ്ശെ സമർപ്പണങ്ങളും ഉപഹാരങ്ങളും അയക്കുന്നുണ്ട്, പക്ഷേ അവരുടെ സംഖ്യ വളരെ കുറവാണ്. എല്ലാവരും ഒരു ചെറിയ ശതമാനം പോലും ഇതിന് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹാളിലൊക്കെ നിറയാനുള്ള പണത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അങ്ങനെയുള്ളതില്ല. ബുദ്ധിമുട്ടിയിട്ട് ക്ലേശിച്ച് നടക്കണു, എത്ര ദിവസം നടക്കണമെന്ന് അറിയില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്ന പോലെ ഇതും നിങ്ങളുടെ മുൻപിൽ പറഞ്ഞു. പക്ഷേ എനിക്കൊരു അപേക്ഷയോ ഉപേക്ഷയോ ഇല്ല ഈ കാര്യത്തിൽ. നടക്കണമെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ നടക്കില്ല, അത്രയേ ഉള്ളൂ. ഞാൻ നിർത്തട്ടെ. ഞാനൊരു ശ്ലോകം പറഞ്ഞ് അവസാനം ഓംകാരം നമുക്ക് എല്ലാവർക്കും കൂടി സംയുക്തമായി ജപിച്ചാൽ ഇന്നത്തെ പരിപാടി അവസാനിച്ചു. നിങ്ങളെല്ലാവരും ക്ഷമയോടുകൂടി ബഹളമില്ലാതെ എണീറ്റ് നിന്ന് പോവുക. ഞങ്ങളെയും പോകാൻ അനുവദിക്കുക. എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധു കന്യാപദേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്ര കരുണാപാരീണ ഹേ മാധവ ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരോ ഹേ പുണ്ടരീകാക്ഷമാം ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ. ഹരി ഓം, ഹരി ഓം. എല്ലാവരും കൂടി ഓ നിർഭയരായി ആന്തരമായിരിക്കുന്ന നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അനശ്വര സ്വഭാവം മനസ്സിലാക്കി അതിനെ ആശ്രയിച്ചുകൊണ്ട് അതിൽ നിന്ന് ആശ്വാസവും വേണ്ടത്ര ശക്തിയും കറന്നെടുത്തുകൊണ്ട് സന്തോഷമായി സൗഭാഗ്യത്തോടു കൂടി ജീവിക്കൂ എല്ലാവരും. ഞാൻ മനസ്സാ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശ്ലേഷം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഹരി ഓം തത്സ. ജയ ഗുരു.